എല്ലാവർക്കും നമസ്കാരം. ഗതാഗത നോയറ്റിക് ആൻഡ് താന്ത്രിക് റിസർച്ച് അക്കാദമിയുടെ വരിവസ്യ രഹസ്യം പഠന ക്ലാസ്സിലേക്ക് ഏവരെയും വളരെയധികം സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. ശ്രീവിദ്യ പന്താവിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വരിവസ്യ രഹസ്യം. ഭാസ്കരായരാൽ വിരചിതമായ ഈ കൃതി വലിപ്പം കൊണ്ട് ചെറുതാണെങ്കിൽ പോലും അതിന്റെ അർത്ഥം കൊണ്ടും അതിന്റെ പരപ്പ് കൊണ്ടും വളരെ വലുതാണ്. വളരെ വളരെ ഉൾക്കാഴ്ച നൽകുന്ന, അതായത് സാധകർക്ക് വളരെയധികം ഉൾക്കാഴ്ച നൽകുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണ് രഹസ്യം. നമ്മളോടൊപ്പം ഈ വിഷയം സംസാരിക്കാനായുള്ളത് ഡോക്ടർ ആർ രാമാനന്ദാണ്. അദ്ദേഹം അഭിനവ് ഗുപ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിന്റെ ഡയറക്ടറും ശിവം ശൈവശാക്ത മാഗസിന്റെ എഡിറ്റർ ഇൻ ചീഫ് കൂടിയാണ്. അദ്ദേഹം JNUവിൽ നിന്ന് അദ്ദേഹത്തിന്റെ PhD കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ കൂടുതൽ സമയം ഇത്തരത്തിലുള്ള ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും ഒക്കെ ആയിട്ട് നമ്മളോടൊപ്പം ഉണ്ട്. കൂടുതൽ പേർക്കും അദ്ദേഹത്തെ നേരത്തെ പരിചയമുള്ളതാണ്, എങ്കിലും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. ശ്രീ രാംജിയെ ക്ലാസ്സിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. രാംജി, നമസ്കാരം. നമസ്കാരം. തുടങ്ങാം അല്ലേ? എല്ലാവർക്കും നമസ്കാരം. സത്യം പറയുകയാണെങ്കിൽ ഒരുപാട് കാലം എടുക്കണോ എന്നാലോചിച്ച് പേടിച്ച് വേണ്ട എന്ന് വെച്ച് മാറ്റിവെച്ചൊരു ഗ്രന്ഥാണ് വരിവസ്യ രഹസ്യം. കാണുമ്പോൾ ചെറിയൊരു പുസ്തകമാണ്. സൗന്ദര്യലഹരിയോ യോഗസൂത്രോ മഹാഭാരതം വരെ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. നമ്മൾ വളരെ ദീർഘമായിട്ട് മഹാഭാരതമൊക്കെ നമ്മൾ കൈവെക്കുക എന്ന് പറഞ്ഞാൽ അഹമ്മദിയാണ്. ആ അഹമ്മദിക്കൊക്കെ നമ്മൾ മുതിർന്നിട്ടുണ്ട്. പക്ഷെ വരിവസ്യ രഹസ്യം എടുക്കണം എന്ന് എപ്പോഴൊക്കെ പറയുമ്പോഴും ഞാൻ അതിൻ്റെ അകത്ത് ഒഴിഞ്ഞു മാറാറാണ് പതിവ്. കാരണം അതിൻ്റെ വ്യാപ്തി അത്രയധികം ഉള്ളതുകൊണ്ടാണ്. ഒരു ശ്ലോകം എടുത്താൽ ആ ശ്ലോകം പ്രതിപാദിച്ചു പോകുന്ന വിഷയങ്ങൾ അത്രയും ആഴത്തിൽ പോകുന്നതുകൊണ്ട് ആ സ്വർണ്ണനൂല് തൊടാനുള്ള ഭാഗ്യമോ യോഗ്യതയോ എനിക്കുണ്ടോ എന്ന് അറിയാത്തത് കൊണ്ടാണ് ഇത്രയും കാലം അത് മാറ്റി വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ഉണ്ട് എന്നുള്ള ബോധ്യം വന്നിട്ട് എടുക്കാൻ തുടങ്ങിയല്ല. അത് എന്താണ്ടാ എടുക്കാൻ തുടങ്ങിയെന്നുള്ള അവസാനം പറയാം. ശരി. അപ്പം വരിവസ്യ രഹസ്യം സൗന്ദര്യലഹരി ക്ലാസ് കഴിഞ്ഞ സമയത്ത് വളരെ ദീർഘമായിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു സൗന്ദര്യലഹരി ക്ലാസ്. ഇതിലുള്ള മിക്കവാറും പേര് അതിൽ പങ്കെടുത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം 315ഓളം ആളുകൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഏതാണ്ട് എന്ത് സംഭവിച്ചാലും ഒരു 200ഓളം ആളുകൾ ദിവസവും സൗന്ദര്യലഹരി ക്ലാസ്സിന് പങ്കെടുക്കുമായിരുന്നു. ക്ലാസ് കഴിഞ്ഞ എല്ലാവരും സൗന്ദര്യലഹരി കഴിഞ്ഞപ്പോൾ ചോദിച്ചത് ഇതിന് മേലെ ഇനി എന്താ ചെയ്യുക എന്നാ ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന് മേലെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ 2 തരത്തിലുള്ള ഉത്തരം ഉണ്ട് അതിന്. അതിൽ ഒരു ഉത്തരം, ഈ വിഷയത്തെ, ശ്രീവിദ്യയാകുന്ന വിഷയത്തെ, നമ്മളെല്ലാവരും പരിചയമുള്ളതുകൊണ്ടാട്ടോ വലിയൊരു ആമുഖത്തിലേക്ക് കിടക്കാതെ നേരിട്ട് തുടങ്ങി. നമ്മളെല്ലാവർക്കും, എനിക്ക് മുഖം കാണുന്നവരെല്ലാവരും പരിചയമുണ്ട്. വെറുതെ ഇനി ഒരു ആമുഖത്തിന് സമയം കളയണ്ടെന്ന് എഴുതിയിട്ടാണ് നേരിട്ട് വിഷയത്തിലേക്ക് 2ാമത്തെ 3ാമത്തെ ദിവസത്തെ ക്ലാസ് കൊടുക്കുന്നതിന് തുടങ്ങിയത്. അപ്പം 2 തരത്തിലുള്ള മറുപടി ഉണ്ട്. ഇതിന് ശേഷം എന്ത്? അതിലൊന്ന്, സൗന്ദര്യലഹരി തീർച്ചയായിട്ടും ഒരു മധ്യത്തിൽ നിൽക്കുന്ന കൃതിയാണ്. മധ്യത്തിൽ നിൽക്കുന്ന കൃതി എന്ന് പറയാൻ കാരണം, സൗന്ദര്യലഹരി പഠിക്കാനോ മനസ്സിലാക്കാനോ ഒരുപാട് ടെക്നിക്കൽ അറിവുകൾ വേണ്ട. ഒരുപാട് ടെക്നിക്കാലിറ്റീസ് ഇല്ലാതെയും അത് മനസ്സിലാക്കാൻ പറ്റും. ടെക്നിക്കൽ അറിവുകൾ ഉണ്ടെങ്കിൽ അത് അങ്ങനെയും മനസ്സിലാക്കാം. എന്ന് വെച്ചാൽ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ആൾക്ക് സൗന്ദര്യലഹരി കൃതി ഭക്തിയുടെ ഒരു സ്വഭാവത്തിൽ മനസ്സിലാക്കാം. പരമാംബികയെ ഹൃദയത്തിൽ ഒരു പ്രണയിനിയായി സങ്കല്പിച്ചുകൊണ്ട്, പരമാംബികയെ ഹൃദയത്തിൽ ഒരു അമ്മയായി സങ്കല്പിച്ചുകൊണ്ട്, ഭക്തിയുടെ തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കൃതിയാണ് സൗന്ദര്യലഹരി. അതിൻ്റെ അകത്ത് ശുദ്ധമായ പ്രണയത്തിന്റെ പ്രവാഹം. പ്രണയത്തിന്റെ പ്രവാഹം എന്ന് ഞാൻ പറയാൻ കാരണം എന്താ? പ്രേമത്തിന്റെ പ്രവാഹം. പ്രേമത്തിന്റെ ഒരു ഉദാത്തമായ അവസ്ഥയാണ് ഭക്തി. സർവ്വജീവജാലങ്ങൾക്കും
ഉള്ള വികാരമാണ് കാമം. സർവ്വ ജീവജാലങ്ങൾക്കും കാമത്താലാണ് സർവ്വ ജീവജാലങ്ങളെയും ബന്ധിച്ചിരിക്കുന്നത്. അത് കൂടിയും കുറഞ്ഞും പലതരത്തിലുമുണ്ട് എന്ന് മാത്രം. നമ്മൾ ചിലപ്പോൾ ചോദിക്കാം, അമീബയ്ക്ക് കാമമുണ്ടോ? ഉണ്ട്. കാമം എന്ന് പറഞ്ഞാൽ അധികമാകണം എന്നുള്ള ചിന്തയാണ്. അധികമാകണം എന്നുള്ള ചിന്തയാണ് കാമം. ഇവിടെ പോരാ, അധികമാക്കണം, അധീകരിക്കണം എന്നുള്ള ചിന്തയാണ് കാമം. അധീകരിക്കണം എന്നുള്ള ചിന്ത എന്തിനുണ്ടോ അതിനെല്ലാം കാമുണ്ട്. അപ്പൊ കൊറോണയ്ക്ക് കാമുണ്ടോ? ഉണ്ട്. സ്വകാമേതി ബഹുസ്യാം പ്രജായതേ എന്ന് നമ്മൾ പറയും. സ്വന്തം കാമം കൊണ്ട് ബഹുവായി ഭവിച്ചു പ്രപഞ്ചം. അപ്പോ ബ്രഹ്മത്തിന് കാമം ഉണ്ടോ എന്ന് ചോദിച്ചാൽ താന്ത്രികരെ സംബന്ധിച്ച് പറയുമ്പോൾ ഉണ്ട്. കാമത്താൽ തന്നെയാണ് ബ്രഹ്മം ബഹുവായി ഭവിച്ചത്. അതുകൊണ്ട് സർവ്വ ജീവജാലങ്ങൾക്കും കാമുണ്ട്. അതുകൊണ്ട് സൗന്ദര്യലഹരിയിലായിക്കോട്ടെ നമ്മൾ കാമേശ്വരി, കാമേശ്വരൻ എന്നൊക്കെയുള്ള പ്രയോഗങ്ങളൊക്കെ കണ്ടു. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കും. പക്ഷെ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യന് കാമത്തെ സബ്ലിമേറ്റ് ചെയ്ത് ഉദാത്തവൽക്കരിക്കാൻ സാധിക്കും. എങ്ങനെ? അതിനെ പ്രണയമാക്കി മാറ്റാൻ സാധിക്കും. കാമത്തെ പ്രണയമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. മറ്റ് ജീവജാലങ്ങൾക്ക് കാമത്തെ പ്രണയമാക്കി മാറ്റാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ വെറുതെ പ്രണയമൊക്കെ അതിന്റെ മേലെ ആരോപിക്കും. ചക്രവാക പക്ഷി പ്രണയത്താൽ ബന്ധിതമാണെന്നൊക്കെ പറയും. ചക്രവാക പക്ഷിക്ക് സത്യത്തിൽ അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. പെങ്കിന് ഒരൊറ്റ എന്താണ് ഇണയെ ഉണ്ടാവുള്ളൂ. അതൊക്കെ എന്തോ ബയോളജിക്കൽ റീസൺസ് ആണ്, അല്ലാതെ അത് പ്രണയം കൊണ്ടൊന്നല്ല. അല്ലെങ്കിൽ പ്രണയം എന്ന് നാം പറയുന്ന ഒരു സാധനം ഒരു മാനവികമായ വികാരമാണ്. അത് കാമത്തിന്റെ മേലെ നാം നടത്തുന്ന ബോധപൂർവമായ ഒരു ഇടപെടലാണ്. പ്രണയം എന്ന പേരിൽ നടക്കുന്ന കാമത്തെ അല്ല ഞാൻ പറയുന്നത്. കാമത്തെ ഉദാത്തമാക്കി പ്രണയമാക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പലപ്പോഴും തിരിച്ച് കണ്ട് ശീലിച്ചിട്ടുള്ളൂ. പ്രണയമാണെന്ന് പറയുകയും അത് കാമത്തിലേക്ക് പോവുക കാണുന്നത്. അങ്ങനെയല്ല. കാമം എന്ന വികാരത്തെ പ്രണയമാക്കി മാറ്റുന്ന ഒരു രാസ പ്രവർത്തനം, ഒരു ആൽക്കമി ഉണ്ട്. ആ ആൽക്കമിയാണ് കാമത്തെ പ്രണയാക്കി മാറ്റുന്നത്, കൃഷ്ണൻ ചെയ്യുന്നത് പോലെ. ആ പ്രണയത്തെ വീണ്ടും ഒന്നും കൂടെ ഒരു രാസപ്രവർത്തനത്തിലൂടെ, രാസലീല എന്നാണല്ലോ അതിന്റെ പേര്, ഒരു രാസപ്രവർത്തനത്തിലൂടെ, ഒരു ആൽക്കമിയിലൂടെ, ഒരു ഇന്നർ ആൽക്കമിയിലൂടെ, ബോധത്തിന്റെ നിരന്തരമായ ചേണിങ്ങിലൂടെ, എങ്ങനെയാണോ രസത്തെ നമ്മൾ നിരന്തരം മർദ്ദനം ചെയ്തുകൊണ്ട് രസത്തിന്റെ പ്രത്യേകതകളെ മാറ്റിയെടുക്കുന്നത്, അല്ലെങ്കിൽ സ്വഭാവങ്ങളെ മാറ്റിയെടുക്കുന്നത്, അതുപോലെ കാമമാകുന്ന മൂലവസ്തുവിനെ നിരന്തരം നാം മർദ്ദിച്ച് അത് ഉദാത്ത പ്രണയമാക്കി മാറ്റുകയും ആ ഉദാത്ത പ്രണയത്തെ നാം ഭക്തിയാക്കി മാറ്റുകയും ചെയ്യും. അതുകൊണ്ട് ഇതിന്റെയൊക്കെ ബേസ് എന്താണെന്ന് ചോദിച്ചാൽ കാമം തന്നെയാണ്. അതുകൊണ്ട് സാധാരണ ഒരു മനുഷ്യന്, കാമത്തിന്റെ ലെവലിൽ ജീവിക്കുന്ന പശുവിന്, പ്രേമത്തിന്റെ ലെവലിൽ ജീവിക്കുന്ന വീരന്, ഭക്തിയുടെ ഉദാത്തമായ അവസ്ഥയിൽ ജീവിക്കുന്ന ദിവ്യന്, പശു, വീരൻ, ദിവ്യൻ എന്നീ 3 അവസ്ഥകളിൽപ്പെട്ടവർക്കും സ്വീകരിക്കാവുന്ന ഒരു കൃതിയാണ് സൗന്ദര്യലഹരി. അതുകൊണ്ട് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും സൗന്ദര്യലഹരി സ്വീകരിക്കുന്ന സമയത്ത് ഉണ്ടാവില്ല. പക്ഷേ ഈ വിശാലമായ വിഷയത്തെ ഒന്ന് കാര്യമായി പരിചയപ്പെടണം എന്ന് നാം ആരെങ്കിലും ചിന്തിച്ചാൽ, ഇതിന്റെ സാങ്കേതികതകളെ, ഇതിന്റെ ടെക്നിക്കാലിറ്റീസിനെ, ഇതിന്റെ സൂക്ഷ്മാർത്ഥങ്ങളെ മനസ്സിലാക്കണം നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ട് എങ്കിൽ, കുറച്ചും കൂടി ആഴത്തിലേക്കുള്ള പഠനം നമുക്ക് ആവശ്യമുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ട് എങ്കിൽ, നമുക്ക് ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് എടുത്തു വെക്കാം. ആ സ്റ്റെപ്പിന്റെ പേര് വരിവസ്യ രഹസ്യം. ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് നാം സൗന്ദര്യലഹരിയിൽ നിന്ന് എടുത്തു വെച്ചാൽ അതിന്റെ പേര് വരിവസ്യ രഹസ്യം. ഈ മുകളിലേക്ക് എടുത്തു വെച്ചതുകൊണ്ട് വരിവസ്യ രഹസ്യം സൗന്ദര്യലഹരിയേക്കാൾ മികച്ച കൃതിയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ. ടെക്നിക്കാലിറ്റീസിന്റെ കാര്യത്തിൽ, സാങ്കേതികതയുടെ കാര്യത്തിൽ അഡ്വാൻസ്ഡ് ആണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി ഒരു സ്റ്റെപ്പ് താഴേക്ക് എടുത്തു വെക്കാം. ആ സ്റ്റെപ്പ് ലളിതാ സഹസ്രനാമത്തിലേക്ക് ഒരു സ്റ്റെപ്പ് താഴേക്ക് എടുത്തു വെച്ചാൽ നമുക്കിതിന്റെ
ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി വരും. സൗന്ദര്യലഹരിയിൽ ഇത് രണ്ടും കിട്ടുന്നുണ്ട്. ഉയർന്ന ബോധവും കിട്ടുന്നുണ്ട്, ഏറ്റവും താഴ്ന്ന കാര്യവും കിട്ടുന്നുണ്ട്. ഇത് രണ്ടും കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെയും സൗന്ദര്യലഹരി ഒരു സ്വീകരിക്കാവുന്ന കൃതിയാണ്. വാസ്തവത്തിൽ ഒരു ആരംഭിക്കുന്ന ക്ലാസ്സിൽ ഇങ്ങനെയൊന്നും പറയരുത്. കാരണം ഏത് ക്ലാസ് ആരംഭിക്കുമ്പോഴും ക്ലാസ് നടത്തുന്നവരുടെയും എടുക്കുന്ന ആളുടെയും ആഗ്രഹം എന്തായിരിക്കണം? അതിൽ നിറയെ ആളുകൾ വരണം എന്നാണ്. അപ്പൊ അവരെന്ത് പറഞ്ഞു പറ്റിക്കണം? ഇത് ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞു പറ്റിക്കണം, ഇല്ലേ? പക്ഷെ എനിക്ക് അങ്ങനെ പറ്റിക്കാൻ നിർവാഹമില്ല. ഇത് വളരെ ടെക്നിക്കൽ ആയ ഒരു ടെക്സ്റ്റാണ്. പരിഭാസ്യ രഹസ്യം ഒരു അഡ്വാൻസ്ഡ് നോളജാണ്, ഒരു ഉയർന്ന അറിവാണ്. അതിന് വളരെയധികം ശ്രദ്ധ കൂടിയല്ലേ. സൗന്ദര്യലഹരി ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ചാരി ഇരുന്നൊക്കെ കേൾക്കാം, പക്ഷെ വരിവസ്യ രഹസ്യം നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് തന്നെ കേൾക്കട്ടെ. അപ്പൊ ഇനിയുള്ള വരിവസ്യ രഹസ്യം ക്ലാസ് സൗന്ദര്യലഹരി ക്ലാസ് പോലെയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. സൗന്ദര്യലഹരിക്കാർ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ അവരെന്താവണം? അവരൊരു പുസ്തകമൊക്കെ എടുത്ത് എങ്ങനെയാണോ ഒരു കഠിനമായ ക്ലാസ് ബ്രേക്ക് ചെയ്തെടുക്കുന്നത് അതുപോലെ ശ്രദ്ധയോടെ കൂടി ഇരിക്കണം. നമുക്ക് രണ്ടുപേർക്കും 2 ഹാമർ ഉണ്ട് കയ്യിൽ. ഞാനും അത് പൊട്ടിക്കാൻ നോക്കും, നിങ്ങളും അത് പൊട്ടിക്കാൻ നോക്കണം. ഞാനും ഈ വലിയ കടിച്ചാൽ പൊട്ടാത്ത എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഹാർഡ് നട്ട് ടു ക്രാക്ക് എന്ന് പറയും അല്ലെ? കടിച്ചാൽ പൊട്ടാത്ത. അങ്ങനെ കടിച്ചാൽ പൊട്ടാത്തത് കടിച്ച് പൊട്ടിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും, ഇല്ലേ? ഒരു ഭയങ്കരമായ സന്തോഷം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അൺലോക്ക് ചെയ്ത് വരുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം അനുഭവിക്കണമെങ്കിൽ കുറച്ച് ശ്രദ്ധയോടെയും ശ്രമത്തോടും കൂടെ വരിവസ്യ രഹസ്യത്തിന് ഇരിക്കണം എന്ന് വെച്ചാൽ, പലപ്പോഴും എനിക്കറിയാം നിങ്ങൾ പല ആളുകളും സൗന്ദര്യലഹരി ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കാറ് പോകുമ്പോൾ ഒക്കെയാണ് കേൾക്കുക. ഞാൻ കുറെ കഥയൊക്കെ പറയുന്നതുകൊണ്ട് കാറൊക്കെ ഓടിച്ചു പോകുമ്പോൾ ഇങ്ങനെ കേട്ടിട്ട് പോകാൻ നല്ല രസം ഉണ്ടാവും അല്ലേ? ഞാൻ തന്നെ പറയല്ലോ കേട്ടോ രസം ഉണ്ടാവും, അങ്ങനെ കുറെ ആൾക്കാർ എന്നോട് പറഞ്ഞുകൊണ്ട് പറയാം. ശരി, അപ്പൊ അത് ഇങ്ങനെ കേട്ടിട്ടൊക്കെ പക്ഷെ ഇത് കാർ ഓടിക്കുന്നവര് കേൾക്കാൻ തുടങ്ങിയ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് അത് മുഴുവൻ കേൾക്കേണ്ടി വരും. എന്നാലും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? വളരെ ലെയ്ഡ് ബാക്ക് ആയിട്ട് കിടന്നുകൊണ്ട് ഇരുന്നുകൊണ്ട് ഒന്നും സ്വസ്ഥമായി കേൾക്കാൻ പറ്റൂല. കുറച്ച് ബുദ്ധിയും കുറച്ച് ശ്രമവും ആവശ്യമുണ്ട്. പക്ഷെ വൺസ് നിങ്ങൾ ആ ശ്രമം എടുത്താൽ ജീവിതത്തില് ഒരു വലിയ അറിവിന്റെ വാതായനാണ് തുറന്നത്. വലിയ അറിവിന്റെ വാതായനം. ഒരുപക്ഷെ ശാക്തതന്ത്രങ്ങളുടെ വിശാലമായ വിശ്വഭൂമികയിലേക്ക് നിങ്ങൾക്ക് പേടില്ലാതെ കടന്നു പോകാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റാണ് വരിവസ്യ രഹസ്യം. ഇതിലെ പ്രതിപാദ്യ വിഷയം സൗന്ദര്യലഹരിയെ പോലെ ലളിതയാണ്. ലളിത ത്രിപുരസുന്ദരി തന്നെയാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം. ലളിത എന്ന് പേരിലേ ഉള്ളൂ, അത്ര ലളിതയൊന്നും അല്ലാന്ന് വരിവസ്യ രഹസ്യം വായിക്കുമ്പോൾ മനസ്സിലാവും. സൗന്ദര്യലഹരിയിൽ നമ്മൾ ഭവാനിത്വം ദാസേ എന്ന് പറയുന്ന സമയത്ത് അമ്മയുടെ കൃപാകടാക്ഷങ്ങൾ നമ്മുടെ മേലെ വന്ന് വീണു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ വിജൃംഭിക്കുന്ന നമ്മള് ഇതിൽ ആദ്യത്തെ 2 ശ്ലോകം കഴിയുമ്പോൾ നമ്മൾ എന്റെ അമ്മ ഇതാണോ ലളിത ത്രിപുരസുന്ദരി എന്ന് നമ്മൾ ആലോചിക്കും. അത്ര ഗഹനത ഉള്ള ഒരു കൃതിയാണ് വരിവസ്യ രഹസ്യം. ശാക്തതന്ത്രങ്ങളുടെ വിശാലമായ ചരിത്രം പരിശോധിച്ചാൽ അതിലേറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ പറയുന്ന ഒരു പേര് ഭാസ്കരരായ മഖിയുടേതാണ്. ബാസുരാനന്ദനാഥൻ, ഭാസ്കരരായ മഖി എന്നൊക്കെ പറയുന്ന ഒരു മഹാത്മാവിന്റെ. ഇന്ന് ശ്രീവിദ്യ എന്ന് നമ്മളൊക്കെ പറയാൻ കാരണമായതും ആ മഹാത്മാവിന്റെ പേര് കാരണം. ആ മഹാത്മാവിനെ കുറിച്ച് നമുക്ക് ആദ്യത്തെ ദിവസം ഒരു ലൈഫ് സ്കെച്ച് പോലെ കുറച്ച് കാര്യങ്ങൾ പറയാം, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കും. ഗുരുസ്മരണ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആദ്യത്തെ ദിവസം ഗുരുസ്മരണയെ തുടങ്ങും. ഇപ്പൊ അതിന്റെ കർത്താവ് ഭാസ്കരരായ മഖിയാണ് എന്ന് ഓർക്കണം എന്ന് മാത്രം പറയാം. വരിവസ്യ രഹസ്യം എന്താണ്, ആ വാക്കിന്റെ അർത്ഥം എന്നൊക്കെ നമുക്ക് ആദ്യത്തെ ക്ലാസ്സിൽ വളരെ വിശാലമായിട്ട് ഡിസ്കസ് ചെയ്യാം. പക്ഷെ അതിൽ രഹസ്യം എന്നൊരു വാക്കുണ്ട്. ആ രഹസ്യം എന്ന വാക്കിനെ നമുക്ക് ഇവിടെ ഒന്ന് അൺപാക്ക് ചെയ്യേണ്ടതായിട്ട്.
നമ്മുടെ എല്ലാ കൃതികളിലെയും രഹസ്യം എന്നാണ് പറയുക. അപ്പൊ ഭഗവത്ഗീത രഹസ്യമാണ്, ഗീതാരഹസ്യം. പല കൃതികളും രഹസ്യമാണ്, മഹാരഹസ്യങ്ങളായിട്ടാണ് ഇതിനൊക്കെ പറഞ്ഞിരിക്കുന്നത്. ശിവോക്തമാണ്, ശിവൻ ശക്തിക്ക് പറഞ്ഞു കൊടുത്ത ആഗമ ഗ്രന്ഥങ്ങളെല്ലാം ശിവൻ ശക്തിക്ക് പറഞ്ഞു കൊടുത്ത. അങ്ങനെ ആഗമ ഗ്രന്ഥങ്ങൾ അല്ലാത്ത ഗ്രന്ഥങ്ങൾ, മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ ആഗമ ഗ്രന്ഥങ്ങളുടെ പ്രേരണ ഉൾക്കൊണ്ട് എഴുതിയിട്ടുള്ള. ശിവൻ ശക്തിക്ക് പറഞ്ഞു കൊടുത്തു തന്നെയേ ഉള്ളൂ. ഒന്ന്, ശിവൻ ശക്തിക്ക് ഡയറക്റ്റ്ലി പറഞ്ഞു കൊടുത്തത്. രണ്ട്, ശിവൻ ശക്തിക്ക് പറഞ്ഞു കൊടുത്തതിനെ ആസ്പദമാക്കി എഴുതിയിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ശിവൻ ശക്തിക്ക് പറഞ്ഞു കൊടുക്കാത്തായിട്ട് ഒന്നും പ്രപഞ്ചത്തിലില്ല. സർവവും ശിവൻ ശക്തിക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് തന്നെ. ആ ശിവൻ ശക്തിക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഈ വിദ്യ രഹസ്യമാണ്. രഹസ്യമാണ്. ഇപ്പം നമ്മളൊക്കെ എങ്ങനെയാ അറിഞ്ഞത്? അതാണല്ലോ എന്റെ ചോദ്യം. ശിവൻ ശക്തിക്ക് രഹസ്യമായിട്ടാ പറഞ്ഞു കൊടുത്തത്, ചെവിയിലാ പറഞ്ഞു കൊടുത്തത്. എല്ലാ തന്ത്രങ്ങളും ശിവൻ ശക്തിക്ക് അടുത്തിരുന്ന്, നിങ്ങൾ ആ ചിത്രം കണ്ടിട്ടുണ്ടാവും അല്ലെ? മ്യൂറൽ ആർട്ടിലൊക്കെ വരയ്ക്കും ആ ചിത്രം. ദേവി ശിവന്റെ ഇടത്തു തുടയിലിരുന്ന് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുക, അങ്ങനെ പറഞ്ഞു കൊടുക്കുക. പക്ഷെ അത് നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അതെന്ത് പരിപാടിയാണ്? അതെന്ത് രഹസ്യമാണത്? ഞാൻ രഹസ്യം പറയുമ്പോൾ മൈക്ക് കൂടിയാ പറയാന്ന് പറഞ്ഞു തരിക, അല്ലെങ്കിലേ എന്നെ കുറിച്ച് നമ്മളെ ഇവരൊക്കെ കളിയാക്കും, നമ്മളെ കൂടെയുള്ള ആൾക്കാരൊക്കെ കളിയാക്കും. രാംജീന്റെ അടുത്ത് രഹസ്യം ഒന്നും പറയാൻ പറ്റില്ല, രാംജി സൂം ക്ലാസ്സിലാണ് രഹസ്യം പറയാൻ. 300 ആളെ വിളിച്ചു കൂട്ടിയിട്ടാണ് ഞാൻ ആരടുത്തും പറയരുത് എന്ന് രഹസ്യമൊക്കെ പറയാം. അതുപോലെ ശിവൻ ശക്തിക്ക് പറഞ്ഞു കൊടുത്തതും അങ്ങനെ തന്നെയാണ്. നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. എങ്ങനെ അറിഞ്ഞു? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം ആ തൃകസങ്കല്പത്തിൽ തന്നെ നിൽക്കുന്ന പതി, പാശം, പശു. ശിവനാകുന്ന പതി, പാശമാകുന്ന ശക്തി, പശു ആകുന്ന നമ്മൾ. ആരാണ് പശു? നമ്മൾ. എന്തുകൊണ്ടാണ് നമ്മളെ പശു എന്ന് വിളിക്കുന്നത്? നാം പാശത്താൽ കെട്ടപ്പെട്ടത് കൊണ്ടാണ് പശു എന്ന് വിളിക്കുന്നത്. കയറുകൊണ്ട് കെട്ടിയിരിക്കുന്നതുകൊണ്ട് പശു. ആരാണ് കയറുകൊണ്ട് നമ്മളെ കെട്ടിയിരിക്കുന്നത്? പതി. എന്താണ് കയറ്? ശക്തി. അപ്പോൾ പതിയും പശുവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം എന്ത് വഴിയാ? പാശം വഴിയാ, അല്ലെ? പാശം വഴിയാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പശു, സാധാരണ പശു കേട്ടോ, കൊമ്പൊക്കെയുള്ള പാല് തരുന്ന പശു. ആ പശുവിനെ നമ്മളിങ്ങനെ കയറിൽ പിടിച്ചിട്ടുണ്ട്, എന്നിട്ടിങ്ങനെ നടത്തുക. സത്യം പറഞ്ഞാൽ ആ പശുവിനെക്കാട്ടും ശക്തി ഉണ്ടോ നമുക്ക്? ഇല്ല. ഉണ്ടോ? പശു പക്ഷെ വിചാരിക്കുന്ന എന്താ? ഇയാളൊരു ഭീകരനാണ്, അയാളൊരു ഇറുക്കിലൊക്കെ കൊണ്ടിട്ട് അടിച്ചിട്ടൊക്കെയാണ് പശുവിനെ നടത്തുന്നത്. ആ അടിയൊന്നും അതിനൊന്നുമല്ല. ഒരു കയറൊക്കെ ഇട്ട് പിടിച്ച്, ഞാൻ മൂക്കിൽ കൂടെ കൊളുത്തിയിട്ടുണ്ട്, എന്നാൽ പോലും. പക്ഷെ പശു ഒരു ദേഷ്യം പിടിച്ച ഒരൊറ്റ ഓട്ടം ഓടിയാല് ഈ പിടിച്ചിരിക്കുന്നവനാണോ പശു ആണോ ശക്തി ഉള്ളതെന്ന് അപ്പം മനസ്സിലാവും, ഇല്ലേ? ഏതോ ഒരു സിനിമയിൽ ചോദിക്കുന്നുണ്ട്, മൂന്നാളും കൂടി എങ്ങോട്ടാണ്? പശുവിനെയും കൊണ്ട് ലാലേട്ടനും ശ്രീനിവാസനും കൂടി നടന്നു പോവാ. അപ്പൊ ചോദിക്കുന്നുണ്ട്, മൂന്നാളും കൂടി എങ്ങോട്ടാന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ പശു നമ്മളെ കൊണ്ടുപോകും. എപ്പം? പശുവിന് ബോധ്യം വന്നാൽ പശു നമ്മളെക്കാൾ ശക്തനാണ് എന്ന ബോധ്യം. പക്ഷെ ആ ബോധ്യം പശുവിന് ഒരിക്കലും വരുന്നില്ല. കാരണം എന്താ? പാശം അത്രയും ശക്തമായ ഒരു കെട്ടാണ് എന്ന തെറ്റിദ്ധാരണ പശുവിന്റെ ഉള്ളിൽ കാലാകാലങ്ങളായിട്ട് ഉണ്ടായി. ആനയുടെ ഉദാഹരണം പറയാറുണ്ട്. ആനയെ കുഞ്ഞാവുമ്പോൾ ഇടുന്ന ചങ്ങല തന്നെയാണ് വലുതാവുമ്പോൾ ഇടുന്നത്. ആന വലുതാകുമ്പോൾ ആ ചങ്ങല ആനയ്ക്കൊന്നുമല്ല. ആന കാലൊന്ന് വലിച്ചാൽ പൊട്ടിപ്പോവും. പക്ഷെ ചെറുതാകുമ്പോൾ വലിച്ച് നോക്കി പൊട്ടുന്നില്ല. പൊട്ടാതെ ആനയ്ക്ക് എന്ത് ബോധ്യം വരുന്നു? ഈ ചങ്ങല ശക്താണെന്ന് ബോധ്യം വരും. അപ്പോൾ ആ ചങ്ങല ഫിസിക്കൽ അല്ല, മെന്റലാണ്.
ആ ചങ്ങല ഫിസിക്കലായ ഒരു ചങ്ങലയല്ല, മെന്റൽ ആയ ചങ്ങല. നമ്മുടെ എല്ലാ ചങ്ങലയും ഫിസിക്കലി അതിനുള്ള സ്ട്രെങ്തിനേക്കാൾ കൂടുതൽ എന്തുണ്ട്? അതിന് സൂക്ഷ്മമായ ശക്തിയുണ്ട്. സൂക്ഷ്മമായ ശക്തിയുണ്ട്. എന്താ സൂക്ഷ്മമായ ശക്തി? മനസ്സിൽ ആ ചങ്ങലയുടെ ബലം യഥാർത്ഥ ചങ്ങലയേക്കാൾ കൂടുതലാണ്. യഥാർത്ഥ ചങ്ങല ചിലപ്പോൾ വലിച്ചാൽ പൊട്ടിപ്പോ, പക്ഷെ വലിക്കാൻ പറ്റുമോ എന്നുള്ള പേടി. നമ്മൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ബുദ്ധിക്ക് എന്തെങ്കിലും പ്രശ്നം വരാം, മനസ്സിന് എന്തെങ്കിലും പ്രശ്നം വരാം, ചിത്തഭ്രമം വരാം, ഉന്മാദാവസ്ഥയിൽ വരാം. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവര് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു സാധനത്തിന് ഇടിക്കുകയൊക്കെ ആണെങ്കിൽ അവർ ഇടിക്കുന്ന ശക്തി നമ്മൾ വിചാരിക്കുന്നതിൽ എത്രയോ അധികമായിരിക്കും. നമ്മൾ സാധാരണ ഒരു ചുമരിൽ ഇടിച്ചാൽ കൈ വേദനയാവുന്നല്ലാതെ ചുമരിനൊന്നും പറ്റില്ല. പക്ഷെ ഒരു ചിത്തഭ്രമം വന്ന ഒരാള്, ഒരു ഉന്മാദി, ഒരു ഇടി ഇടിച്ചാൽ ചിലപ്പോൾ ചുമര് പൊടിഞ്ഞു. അപ്പൊ നമ്മൾ പറയേ എന്താ അയാളെ ശക്തി. സത്യത്തിൽ അയാൾക്കും നമുക്ക് ഒരേ ശക്തിയല്ലേ. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് ആഴത്തിൽ ആ ചുമരിൽ ഇടിക്കുന്നില്ല? നമ്മുടെ ഉള്ളിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇത്ര ഇടിച്ച എന്റെ കൈ വേദനയാവും. മറ്റേ ആൾക്ക് അതില്ല. അതുകൊണ്ട് അയാൾ ആഴത്തിൽ ഇടിക്കുന്നു, അത് പൊളിയുന്നു. നമ്മൾ പറയും അയാൾക്ക് ഭ്രാന്ത് വന്നപ്പോൾ ശക്തി കൂടിയുന്നു. ഭ്രാന്ത് വന്നപ്പോൾ ശക്തി കൂടിയല്ല, ഭ്രാന്ത് വന്നപ്പോൾ ശക്തി ഇല്ല എന്നുള്ള ബോധമില്ലാതെ. ചെറിയ ഉദാഹരണം, സിനിമയിൽ നിന്നുള്ള ഉദാഹരണം. ഗംഗ ഇപ്പോ അല്ലിക്ക് ആഭരണം വാങ്ങാൻ പോണ്ട എന്ന് പറഞ്ഞപ്പോ നാഗവല്ലി അവിടെ ഉള്ള ഒരു കട്ടിൽ ഒരു കൈയോണ്ട് എടുത്ത ഒറ്റ ഉയർത്തൽ ഉയർത്തുന്നു. ആ സിനിമയുടെ പശ്ചാത്തലത്തിൽ എവിടെയെങ്കിലും ശോഭനയ്ക്ക് ഒരു അതീത ശക്തി ആവേശിച്ചിരിക്കുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്? മറിച്ച് ഒരു ചിത്തഭ്രമം സംഭവിച്ചു എന്ന് തന്നെയാണ് അതിന്റെ ടേക്ക്. ആരെങ്കിലും ചോദിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഈ കട്ടിൽ എങ്ങനെ പൊക്കി, അതോ അതീന്ദ്രിയ ശക്തിയല്ലേ എന്ന ചോദ്യത്തിന് തിരക്കഥാകൃത്തിന്റെ മറുപടി എന്തായിരിക്കും? ഇതാണ് ആ മറുപടി. ഇതേ കാര്യം തന്നെ നാം കാവുകളിലും ഒക്കെ കാണാറുണ്ട്. സാധാരണ നിലയ്ക്ക് ഇഞ്ചക്ഷൻ വെച്ചാൽ നിലവിളിക്കുന്ന കോമരം വെളിച്ചപ്പെടുമ്പോൾ വാളെടുത്തിട്ട് നെറ്റി വെട്ടിപ്പൊളിക്കും. കോമരത്തിന്റെ അവസ്ഥ കഴിഞ്ഞിട്ട് അയാളോട് പറയാണ് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടാണ്. അയ്യോ എനിക്ക് സൂചി പേടിയാണെന്ന് പറയും. അപ്പൊ നമ്മളായിരിക്കും അപ്പൊ നിങ്ങളല്ല എത്ര നേരം ഈ വടിവാൾ എടുത്തിട്ട് നെറ്റി വെട്ടിപ്പൊളിച്ച പക്ഷെ പറയും വടിവാളല്ലേ പള്ളിവാൾ എടുത്തിട്ട് നെറ്റി വെട്ടിപ്പൊളിച്ചത്. ഇത്ര നേരം ആഴത്തിൽ വെട്ടി ചോര തെറിപ്പിച്ചുകൊണ്ടിരുന്നത് നിങ്ങളല്ലേ? അല്ല, അത് ഞാനല്ല, അത് ഭഗവതി. നോക്കൂ എന്താണ് അവിടെ സംഭവിക്കുന്നത്. ഒരു ബന്ധനം അഴിഞ്ഞു പോവാ. അതിനു വേണ്ടിയാണ് ആ ചടങ്ങൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. തീ പേടിയുള്ള ആര് അഗ്നികുണ്ഡത്തിലേക്ക് എടുത്ത് ചാടുന്നു. വെള്ളം പേടിയുള്ള ആള് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നു. സാധാരണ നിലയ്ക്ക് ഒന്നിനും കഴിവില്ലാത്ത ഒരാള് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മളൊക്കെ കാണുമ്പോൾ അത്ഭുതപ്പെടുന്നത്. എന്താ അവിടെ സംഭവിക്കുന്നത്? ശക്തി ദൗർബല്യത്തെ നാം മറന്നുപോകും. എന്താണ് ഇവിടെ പറഞ്ഞു വരുന്നത്? പാശത്തിനോട് തന്നെയാണ് ശിവൻ പശുവിനെ മോചിപ്പിക്കാനുള്ള മാർഗവും പറഞ്ഞു കൊടുക്കുന്നു. പാശമായിരിക്കുന്ന ശക്തിയാൽ തന്നെയാണ് നാം ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. ആ ശക്തി തന്നെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മെ മോചിപ്പിക്കുന്നത്. പശു പാശ വിമോചനം. പശുവിന്റെ പാശത്തെ വിമോചിപ്പിക്കുന്നവൾ ആരാണ്? പാശം തന്നെ. അത് ശക്തി തന്നെ. അതുകൊണ്ട് ശക്തിയോട് രഹസ്യമായി പറഞ്ഞിരിക്കുന്ന ഈ ആഗമങ്ങൾ, ഈ തന്ത്രങ്ങളെല്ലാം നാം എങ്ങനെ കേൾക്കുന്നു? നാം ശക്തിയിലൂടെ തന്നെ അറിയുന്നു. ശക്തി പറയുന്ന എന്താണ്?
ഞാനാണ് നിങ്ങളെ മേലുള്ള ബന്ധനം. എന്നെ അഴിച്ചു പിടിച്ചാൽ നിങ്ങൾ പതിയായി. കെട്ടപ്പെട്ട ഭാഗത്താണോ നിങ്ങൾ, പിടിച്ച ഭാഗത്താണോ നിങ്ങൾ എന്നത് അനുസരിച്ചാണ് നിങ്ങളുടെ സ്റ്റേറ്റസ് നിർണ്ണയിക്കപ്പെടുന്നത്. കെട്ടപ്പെട്ട ഭാഗത്താണെങ്കിൽ നിങ്ങൾ പശുവാണ്, പിടിച്ച ഭാഗത്താണെങ്കിൽ നിങ്ങൾ ശിവനാണ്. പശുവും പതിയും തമ്മിൽ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. എന്താണത്? പാശം കെട്ടിയിരിക്കുകയാണോ പാശം അഴിച്ച് പിടിച്ചിരിക്കുകയാണോ എന്ന വ്യത്യാസം. പാശം അഴിച്ച് പിടിച്ചിരിക്കുന്ന സമയത്ത് അവൻ ആരായി മാറി? അവൻ ശക്തനായി മാറി. പാശം കെട്ടിയിരിക്കുന്ന സമയത്ത് അവൻ എന്തായി? അവൻ അശക്തനാണ്, അവൻ പശുവാണ്. അപ്പൊ നോക്കൂ, ശക്തൻ ശിവനാണ്. കാരണം ശക്തന്റെ കൂടെ എന്തുണ്ട്? ശക്തിയുണ്ട്. അശക്തൻ പശുവാണ്. അശക്തന്റെ കൂടെയും ശക്തിയുണ്ട്. പക്ഷെ എങ്ങനെയാ? മായയായിട്ടാ. കുണ്ടലിനി ആകുന്ന മായയായിട്ടാ. കുണ്ടലിനി കെട്ടാ. അപ്പോൾ ഒരൊറ്റ പ്രോസസ്സേ ഉള്ളൂ. കെട്ടിയിരിക്കുന്ന കെട്ട് അഴിച്ചു പിടിക്കാൻ പര്യാപ്തമാക്കുന്ന ടെക്നിക്ക്. ശക്തിയെ അഴിച്ച് പിടിക്കാൻ പര്യാപ്തമാക്കുന്ന ആ ടെക്നിക്കിന്റെ പേര് ശാക്തം. അതാണ് ശാക്തം. അശക്തനെ ശാക്തം ശക്തനാക്കി മാറ്റും. അശക്തനെ ശാക്തം ശക്തനാക്കി മാറ്റുന്നു. ആ സമയത്ത് ശക്തി അശക്തന്റെ കൂടെ ചേരുന്നു. അപ്പോൾ ആ മാറുന്നു. അവൻ ആരായി മാറുന്നു? അവൻ ശക്തനായി മാറും. അപ്പൊ ആരാണ് ശാക്തൻ? താൻ അശക്തനാണെന്ന് തിരിച്ചറിയുന്നവനാണ് ശാക്തൻ. താൻ അശക്തനാണെന്ന് തിരിച്ചറിയുന്നവനാണ് ശാക്തൻ. താൻ ശക്തനാണെന്ന് തിരിച്ചറിയുന്നവനല്ല, താൻ അശക്തനാണെന്ന് തിരിച്ചറിയുന്നവനാണ് ശാക്തൻ. താൻ ശക്തനാണെന്ന് ഇടയ്ക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവൻ വിഡ്ഢിയാണ്. അവൻ എന്തല്ല? അവൻ ഇത് അംഗീകരിച്ചിട്ടില്ല, അവൻ മനസ്സിലായിട്ടില്ല. അവരാണ് എന്ത് പറയാ? മാൻ ഇസ് ബോൺ ഫ്രീ യെറ്റ് എവരിവെയർ ഹി ഈസ് ഇൻ ചെയിൻസ്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു. എവിടെ? മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നില്ല. അതുകൊണ്ട് ലിബറൽ പ്രസ്താവനകളൊക്കെ ലോകം മുഴുവൻ നടത്തപ്പെടുന്ന സമയത്ത് അവരെന്ത് മനസ്സിലാക്കുന്നില്ല? അവർ ബന്ധനത്തിലാണ് എന്ന് മനസ്സിലാക്കും. താൻ ബന്ധനത്തിലാണ് എന്ന് അറിയുന്നവനാണ് എന്ത്? ബന്ധനത്തിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നത്. അല്ലാത്തവർക്ക് എന്താ ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ പണ്ട് ഈ കഥ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഏതൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കേട്ടിട്ടുണ്ടെങ്കിൽ കേൾക്കാത്തവർക്ക് വേണ്ടി പറയാം. പണ്ടൊരു സ്വാമി, ഒരു ഗുരുനാഥൻ മരിക്കാനുള്ള കാലമായപ്പോൾ ശിഷ്യനോട് പറഞ്ഞു, ശിഷ്യ, ഞാനിങ്ങനെ മരിക്കാൻ പോവാണ്. പക്ഷെ ഞാൻ ചെറിയ ചില ഗുരുത്തക്കേടൊക്കെ കാണിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് ഞാൻ അടുത്ത ജന്മത്തിൽ പന്നിയായിട്ട് ജനിക്കും. എന്തായിട്ട് ജനിക്കും? പന്നിയായിട്ട് ജനിക്കും. പന്നിയായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ നീ ഒരു കാര്യം ചെയ്യണം. ഇതെന്റെ യോഗദണ്ഡാണ്. ഇതെടുത്തിട്ട് എന്നെ നെറും തലയ്ക്ക് ഒരൊറ്റ അടിയങ്ങ് തരാം. അപ്പൊ ഞാൻ മരിക്കും എനിക്ക് മോക്ഷം കിട്ടും. ശിഷ്യൻ പറഞ്ഞു, ഗുരുനാഥ, അത് മാത്രം പറയരുത്. കാരണം എന്താ? പന്നി ആയാലും പെരിച്ചാഴി ആയാലും ഗുരുനാഥനാണ്. ഗുരുവിനെ കൊല്ലാൻ എന്നോട് പറയരുത് എന്ന് പറഞ്ഞു. ഇയാളെ ചോദിക്കും, ഈ വല്ലാത്തൊരു ശിഷ്യൻ തന്നെയാണല്ലോ, ഞാൻ ഇങ്ങനെ പന്നിയായി ജീവിക്കണം എന്നല്ലേ നിന്റെ ആഗ്രഹം? അയ്യോ, അത് പറ്റൂല ഗുരുനാഥ, പന്നിയായി ജീവിക്കാൻ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ, ഞാൻ വേണ്ട ചെയ്തോളാം എന്ന് പറയും. ശരി. ഗുരുനാഥൻ സമയത്ത് മരിക്കും. ശിഷ്യൻ മരിച്ച സമയവും ജനിക്കാനുള്ള സമയവും കണക്കാക്കി ഇന്ന ഭാഗത്ത്, വിളപ്പിൽശാല ഭാഗത്ത് പന്നിയായിട്ട് ജനിച്ചിട്ടുണ്ട് ഗുരുനാഥൻ എന്ന് മനസ്സിലാക്കി അങ്ങോട്ട് വെച്ച് പിടിക്കും. അവിടെ മുഴുവൻ വളരെ മോശം സിറ്റുവേഷനാണ്, അല്ലേ? അത് ഒരു ചേരിയിലെ അവസ്ഥ, അല്ലേ? വളരെ മോശമാണ്. അവിടെയൊക്കെ
അഴുക്കും വെള്ളവും പെരിച്ചാഴികളും ഭയങ്കര ദുർഗന്ധവും ഒക്കെ ആയിട്ടുള്ള സ്ഥലം. ശിഷ്യന് മൂക്ക് പൊത്താതെ അതിൽ നടക്കാൻ പറ്റുന്നില്ല. ശിഷ്യൻ വിചാരിച്ചു വല്ലാത്തൊരു ദുരിതം തന്നെ. എങ്ങനെയൊക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ട് നടന്ന ഗുരുനാഥനായ ഇയാൾ വന്ന് ജനിച്ച സ്ഥലം കണ്ടോ, ഓ വല്ലാത്ത കഷ്ടം തന്നെ, കണ്ടാ മാത്രമല്ല അടിച്ചു കൊന്നു കളയണം എന്ന് വിചാരിച്ചങ്ങ് നടന്നു വരുമ്പോൾ കറക്റ്റ് ഗുരുനാഥനെ പോലത്തെ ഒരാള്, പക്ഷെ തള്ളപ്പന്നിയായിട്ടാ ജനിച്ചത്. കള്ളപ്പന്നിയായിട്ടല്ല, തള്ളപ്പന്നിയായിട്ടാ ജനിച്ചത്. അതിങ്ങനെ നടന്നു ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ലക്ഷണമൊക്കെ വെച്ചിട്ട് കറക്റ്റ് ഗുരുനാഥൻ തന്നെ. പക്ഷെ ഗുരുനാഥൻ ഒറ്റയ്ക്കല്ല, 2-3 കുട്ടികളും ഉണ്ട്, പന്നിക്കുട്ടികൾ. ആ പന്നിക്കുട്ടികൾ ഇതിന്റെ മേലൊക്കെ ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നുണ്ട്, ചളിയിൽ ചാടുന്നുണ്ട്, അഴുക്ക് വെള്ളത്തിൽ ഉരുള് മറയുന്നുണ്ട്, ഇത് അതിനെ മൂക്കുകൊണ്ട് കുത്തി മറയ്ക്കുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്. പക്ഷെ ശിവ ശിവ, ഗുരുനാഥന്റെ ഒരു അവസ്ഥയെ ഇപ്പൊ തന്നെ രക്ഷപ്പെടുത്തി കളയാൻ പറഞ്ഞു. ഓടിപ്പോയിട്ട് യോഗദണ്ഡ് ഉയർത്തി ഇങ്ങനെ അടിക്കാൻ ഇങ്ങനെ ആഞ്ഞതും ഗുരുനാഥൻ പറയാം, അയ്യോ ശിക്ഷ, അടിക്കരുത് 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 അടിക്കരുത്. ശിഷ്യൻ എന്താ ഗുരുനാഥൻ നിങ്ങൾ പറയുന്നത്, എങ്ങനെയാ നിങ്ങൾ ഇവിടെ ജീവിക്കുക, എന്തൊരു കഷ്ടാണിത്, അയ്യോ അത് നിനക്ക് അറിയാത്തോണ്ടാ, നീ ഒന്ന് പന്നിയായി ജനിച്ചു നോക്കിയാലേ ഇതിന്റെ സുഖം അറിയുള്ളൂ, ഒന്ന് പന്നിയായി ജനിച്ചു നോക്കിയാലേ ഇതിന്റെ സുഖം അറിയുള്ളൂ. അപ്പൊ ശിഷ്യൻ എന്ത് തോന്നുന്നുണ്ട്, പന്നിയുടെ അവസ്ഥ മോശമാണെന്ന് തോന്നുന്നുണ്ട്. ആർക്ക് തോന്നുന്നത് പോലെ, മഹായോഗികൾക്ക് തോന്നുന്നുണ്ട് നമ്മളൊക്കെ അവസ്ഥ ശോകാണ്. പക്ഷെ നമുക്ക് എന്ത് തോന്നുന്നില്ല, അത് ശോകാന്ന് തോന്നുന്നില്ല. നമ്മൾ അവരോട് എന്ത് പറയാ, ഇത് എന്തൊരു സുഖാന്നറിയോ, ഇവിടെ എങ്ങനെ ജീവിക്കുന്നതിന്റെ ഒരു പരമാനന്ദം പറഞ്ഞറിയിക്കാൻ പറ്റൂല എന്ന് നമ്മൾ അവരോട് പറയാ. അപ്പൊ അവര് പറയാണ്, ഞാൻ ഈ യോഗദണ്ഡം ഒന്ന് തരട്ടെ, യോഗദണ്ഡം ഒന്ന് തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അടിക്കരുത് അടിക്കരുത് അടിക്കരുത്, ഇവിടെ പരമാനന്ദല്ലേ, ഈ സുഖം ഞങ്ങൾ ഇങ്ങനെ അനുഭവിച്ച് ജീവിക്കല്ലേ, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ എന്തിനാണ് വെറുതെ പരിവസ്യരഹസ്യവും സൗന്ദര്യലഹരിയൊക്കെ കൊണ്ടോട്ട് ഞങ്ങളെ തലക്കടിക്കുന്നത് എന്ന് നമ്മൾ ഗുരുക്കന്മാരോട് ചോദിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഗുരുക്കന്മാർക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. അവരെ അപാരമായ കൃപ കൊണ്ട് ഗുരുപരമ്പര എന്ത് പറയാണ്, അയ്യോ ഇത് നിങ്ങളെ അവസ്ഥ മഹാമോശാട്ടോ, ന്യൂജൻ ലാംഗ്വേജ് പറഞ്ഞ കട്ട പുകയാണ്, നിങ്ങൾ വേഗം ഇതിനകത്ത് നിന്ന് രക്ഷപ്പെട്ടോ എന്ന് നിരന്തരം ഗുരുക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ നമുക്ക് ആ തള്ളപ്പന്നിയായിരുന്ന ഗുരുനാഥന്റെ അവസ്ഥയിൽ നാം അതിലിങ്ങനെ അഭിരമിക്കുന്നു എന്ന് പറയും. അതുകൊണ്ട് കെട്ടിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞില്ലെങ്കിൽ കെട്ടുണ്ടെന്ന് തന്നെ അറിഞ്ഞു. കെട്ടിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞില്ലെങ്കിൽ കെട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. കെട്ടുണ്ട് എന്ന് അറിയുന്ന മാത്രമേ കെട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാവും, അസ്വാതന്ത്ര്യം ഉണ്ടെന്ന് മനസ്സിലാവും. ആ അസ്വാതന്ത്ര്യത്തിൽ നിന്നുള്ള പുറത്തു കടക്കലാണ് തന്ത്രത്തിന്റെ പ്രധാനപ്പെട്ട. അതുകൊണ്ട് തന്ത്രം എന്ന വാക്കിന്റെ മുമ്പിൽ നാം സ്വതന്ത്രം എന്ന വാക്ക് ഉപയോഗിക്കുന്നു. സ്വാതന്ത്ര്യമാണ് തന്ത്രം നമ്മളോട് തരുന്നത്. സ്വതന്ത്രമാവുക അതൊരു പ്രോസസ്സാണ്. അത് ഓരോ കുരുക്കായി ഇങ്ങനെ അഴിച്ചെടുക്കുന്ന പ്രോസസ്സാണ്. ജ്ഞാനത്തിന്റെ തലത്തിലുള്ള കുരുക്കഴിക്കുന്നു, ബുദ്ധിയുടെ തലത്തിലുള്ള കുരുക്കഴിക്കുന്നു, പൗരുഷം എന്ന് പറയുന്ന സമയത്ത് പുരുഷൻ സ്ത്രീ എന്നുള്ള അർത്ഥത്തിലല്ല, പശുത്വം അല്ലെങ്കിൽ അണുത്വം ജീവാത്മാവിന്റെ തലത്തിലുള്ള അവിടെയുള്ള കെട്ട് അഴിക്കുന്നു. അങ്ങനെ പല വിധത്തിലുള്ള കെട്ടുകൾ അൺടൈ ചെയ്തുകൊണ്ടാണ് തന്ത്രം ഒരാളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഓരോന്നോരോന്നായി അഴിഞ്ഞു പോവാൻ ഓരോരോ വിദ്യകളായി തന്ത്രം അവതരിപ്പിച്ചു. എന്തിനാണ് ഇത്രയും തന്ത്രങ്ങൾ എന്ന ചോദ്യത്തിന് ഉത്തരം എന്താണ്? ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള തന്ത്രങ്ങളിലൂടെയാണ് കാര്യം മനസ്സിലാവുക. എല്ലാവർക്കും ഒരേ കാര്യം പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ തന്ത്രം മതിയായിരുന്നു. പലവിധ സ്വഭാവങ്ങളോടുകൂടി തന്ത്രം വികസിക്കുവാൻ കാരണം അത് പല തരത്തിൽ നാം അതിനെ മനസ്സിലാക്കുവാൻ പ്രാപ്തിയുള്ളവരാണ് എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ പല തരത്തിൽ പറഞ്ഞാലേ നമുക്കിത് മനസ്സിലാവുള്ളൂ എന്ന പ്രാപ്തിയില്ലായ്മ ഉണ്ട് എന്നും പറയാം. രണ്ടർത്ഥത്തിലും പറയാം. പല തരത്തിൽ പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള പ്രാപ്തി ഉണ്ടെന്നും മനസ്സിലാക്കാം, പല തരത്തിൽ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്നും പറയാം. അല്ലെ? എത്ര പറഞ്ഞാലും അയാൾക്ക് മനസ്സിലാവില്ല എന്ന് നമുക്ക് പറയാം. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. പല തരത്തിൽ പറഞ്ഞു വയ്ക്കും എന്നിട്ടും മനസ്സിലാവില്ല. അതൊരു തരം. പിന്നെയോ എത്ര തരത്തിൽ പറഞ്ഞാലും അയാൾക്ക് അത്ര തരത്തിൽ മനസ്സിലാവും.
അത് വേറൊരു തരം. എന്തൊക്കെ തരത്തിൽ നമ്മൾ പറഞ്ഞാലും ഒരാൾക്ക് മനസ്സിലാവും, ആ അതിങ്ങനെയാണ് അതിങ്ങനെ. എന്തൊക്കെ തരത്തിൽ പറഞ്ഞാലും ഒരാൾക്ക് മനസ്സിലാവുന്നു. ഈ രണ്ടവസ്ഥ ഉണ്ട്. ഈ രണ്ടവസ്ഥകളും ഉള്ളപ്പം പലതരത്തിലുള്ള മാർഗങ്ങൾക്ക് അസ്തിത്വമുണ്ട് എന്ന് ചുരുക്കം. പാശമാകുന്ന ഈ ശക്തി, ഈ കെട്ട് പല രൂപത്തിൽ നിലനിൽക്കും. അതിൽ ആദ്യത്തെ രൂപം നമുക്കറിയുന്ന രൂപമാണ്. എന്താണ്? ബാഹ്യരൂപം. പാശത്തെ നമ്മൾ ഒരു പ്രശ്നമാക്കി കാണാതെ നാം അതിനെ ഒരു പരിഹാരമാക്കി കാണുക. തന്ത്രത്തിന്റെ രീതികളെല്ലാം അങ്ങനെയാണ്. പ്രശ്നങ്ങളെല്ലാം തന്ത്രത്തിൽ പരിഹാര. മറ്റ് ആധ്യാത്മിക ശാസ്ത്രങ്ങളിൽ പ്രശ്നമായി പറയുന്നതൊക്കെ തന്ത്രത്തിലെ പരിഹാരങ്ങളായിട്ടാണ് പറയാം. മദ്യം ആധ്യാത്മിക വിദ്യയിൽ പ്രശ്നമാണോ പരിഹാരമാണോ? ലോകത്തെല്ലാ ആധ്യാത്മിക വിദ്യയിലും അത് പ്രശ്നമാണ്. പക്ഷെ തന്ത്രത്തിൽ അത് പരിഹാര. ഭക്ഷണത്തിനോടുള്ള അമിതമായ ആർത്തി, മാംസം, മത്സ്യം തുടങ്ങിയവയൊക്കെ പ്രശ്നമാണോ പരിഹാരമാണോ? മറ്റെല്ലായിടത്തും അത് പ്രശ്നമാണെങ്കിലും തന്ത്രത്തിൽ അത് പരിഹാര. മുദ്ര, ധനം, പൈസ ആധ്യാത്മികതയിൽ പ്രശ്നമാണോ പരിഹാരം? ചിന്തിക്കൂ. പ്രശ്നമാണോ പരിഹാരം? ബൈബിളിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കോട്ടുണ്ട്, മാമോനെയും കർത്താവിനെയും ഒരുമിച്ച് സേവിക്കാൻ പറ്റിയില്ല. മാമോൻ തന്നെ അവിടെ പൈസ എന്നാണ് അർത്ഥം. ധനം വന്നാൽ നിങ്ങളുടെ ആധ്യാത്മികത കുറഞ്ഞു പോകുന്നതാണ് ലോകത്തെ എല്ലാ ആധ്യാത്മിക പന്ഥാക്കളും പഠിപ്പിക്കുന്നത്. പാക്കനാര് ആളക്കൊല്ലി 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 എന്ന് പറഞ്ഞ് വിളിച്ച് ആർത്തോടിയ സാധനം ധനം കണ്ടപ്പോഴാണ് ആളക്കൊല്ലിയാണ് ഇത് ആളക്കൊല്ലിയാണെന്ന് പറഞ്ഞ് വിളിച്ചു ആർത്തോടിയത്. നമ്മുടെ ഉള്ളിൽ എവിടേക്കോ ചിന്തയുണ്ട്, ധനവും ആധ്യാത്മികതയും ഒരുമിച്ച് പോകുന്നതല്ല. പക്ഷെ തന്ത്രത്തിന് നേരെ വിരുദ്ധമായ അഭിപ്രായം. ധനം പരിഹാരമാണ്, പ്രശ്നമല്ല. എത്രത്തോളം ധനം വരുന്നോ അത്രത്തോളം നിങ്ങൾ ആധ്യാത്മികരാവുന്നതാണ് തന്ത്രത്തിന്റെ അഭിപ്രായം. ശരിയായ രീതിയിൽ. എന്നാൽ അതിന്റെ പ്രശ്നം എന്ന് പറയുന്ന അവസ്ഥ ഇല്ല എന്നല്ല, അതിന് ശക്തമായ പ്രശ്നം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ട്. മദ്യം പ്രശ്നം തന്നെയാണ്, പക്ഷെ തന്ത്രം പരിഹാരമാക്കി അതിനെ സ്വീകരിക്കും. മത്സ്യം, മാംസം പ്രശ്നം തന്നെയാണ്, പക്ഷെ തന്ത്രം അതിനെ പരിഹാരമാക്കി സ്വീകരിക്കും. മുദ്ര പ്രശ്നം തന്നെയാണ്, പക്ഷെ അത് പരിഹാരമാക്കി സ്വീകരിക്കും. മൈഥുനം പ്രശ്നം തന്നെയാണ്. ഓഷോ പ്രസിദ്ധമായിട്ടുള്ള ഒരു പുസ്തകം ഇതായിരുന്നു, സംഭോഗ് സെ സമാധി, ഫ്രം സെക്സ് ടു സൂപ്പർ കോൺഷ്യസ്നസ്, രതിയിൽ നിന്ന് രാമനിലേക്ക് എന്നൊക്കെ പറയുന്ന പോലെ. അത് പറഞ്ഞ സമയത്ത് ആളുകൾക്കൊക്കെ വലിയ പ്രശ്നം ഉണ്ടായി. അതെങ്ങനെയാ അത് രണ്ടും ശരിയാവുക? ഓഷോ ആദ്യമായിട്ട് പറഞ്ഞല്ല, തന്ത്രം എത്രയോ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന. സെക്സ് ആൻഡ് സ്പിരിച്വാലിറ്റി ഒരുമിച്ച് പോവുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാ ലോകത്തെ എല്ലാ ധാർമ്മിക ആധ്യാത്മിക പ്രസ്ഥാനങ്ങളും പറയാം. പക്ഷെ തന്ത്രം മാത്രം എന്ത് പറയുന്നു? ഒരുമിച്ച് പോകും. അങ്ങനെ എല്ലാ വിരുദ്ധങ്ങളെയും അനുകൂലമാക്കി സ്വീകരിക്കുവാൻ പഠിപ്പിക്കുന്ന ലോകത്തെ ഒരൊറ്റ ആധ്യാത്മിക ശാസ്ത്രമുള്ളൂ, അത് തന്ത്രമാണ്. അതിലൊരു സംശയമില്ല. പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് തന്ത്രത്തിനില്ല, പാതകൾ മാത്രമേ. എന്തിനാണോ നിങ്ങൾ ഏറ്റവും വലിയ പ്രശ്നമായി പറയുന്നത് അതാണ് തന്ത്രം സ്വീകരിക്കുക. എന്നാ പിന്നെ അത് തന്നെ മോക്ഷത്തിനുള്ള മാർഗം. നരിയെ നരിമടയിൽ ചെന്ന് ഹലോ പറയുന്ന രീതിയാണ് തന്ത്രത്തിൻ്റെത്. കുട്ടിശങ്കരൻ മനക്കല ആന എന്നെ കുത്തിയില്ല, നീ കേട്ടില്ലേ നമ്പൂരി പറയുന്ന തമാശ? മനക്കല കുട്ടിശങ്കരൻ ആനയാ, മനക്കല കുട്ടിശങ്കരൻ എന്നെ കുത്തിയില്ല. ഹേയ്, മനക്കല കുട്ടിശങ്കരൻ എല്ലാരും കുത്തുമല്ലോ. മനക്കല കുട്ടിശങ്കരൻ എന്നെ കുത്തിയില്ല, അത് പറ്റൂല, അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. മനക്കല കുട്ടിശങ്കരൻ എല്ലാരും കുത്തും, നിങ്ങളെയും കുത്തും. മനക്കല കുട്ടിശങ്കരൻ എന്നെ കുത്തിയില്ല, എന്നെ കുത്തുമില്ല. അതെന്താ അങ്ങനെ? നിങ്ങൾ അത്ര വലിയ മാതങ്കലിയിൽ അറിയുന്ന ആളാ? അതല്ല, ഞാൻ അവന്റെ അടുത്തേക്ക് ഇട്ട് പോയിട്ടുമില്ല, അവൻ എന്റെ അടുത്തേക്ക് ഇട്ട് വന്നിട്ടുമില്ല എന്നാ. അപ്പൊ ആനേന്റെ അടുത്ത് പോയില്ലെങ്കിൽ ആന കുത്തൂല. മദ്യ, മത്സ്യ, മാംസം, മുദ്ര, മൈഥുനാദികളുടെ അടുത്തേക്ക് നിങ്ങൾ
നേതി നേതി വേണ്ട 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 അറിഞ്ഞ് പോയില്ലെങ്കിൽ അത് നിങ്ങൾ ഉപദ്രവിക്കില്ല. എന്നാലും അത് നിങ്ങൾ ഉപദ്രവിക്കും, മനസ്സിൽ ഉപദ്രവിക്കും. അതുകൊണ്ട് എനിക്ക് യാതൊരു ഉപദ്രവം ഉണ്ടാവുന്നില്ല എന്ന് പറയണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ അതിന്റെ അടുത്തേക്ക് പോയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേ വരുന്നില്ല. എപ്പോഴാണോ നിങ്ങളുടെ അടുത്തേ വരുന്നത് അന്ന് മനക്കല കുടിശങ്കര നിങ്ങളെ കുത്തും, അതിലൊരു സംശയമില്ല. വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ച മദ്യം നമ്മളിലേക്ക് വന്നാൽ അത് നമ്മൾ ഉപദ്രവിക്കും. വേണ്ട എന്ന് വിചാരിച്ച മാറ്റിവെച്ച പ്രശ്നങ്ങളെല്ലാം നമ്മുടെ അടുത്തേക്ക് വന്നാൽ അത് നമ്മൾ ഉപദ്രവിക്കും, അതിൽ സംശയമില്ല. പക്ഷെ തന്ത്രം എന്നാ ഒന്ന് കുത്തുന്നു നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടാ പോകുന്നത്. എന്നിട്ട് ടൈമിംഗ് ആണ്, ടൈമിംഗ്. അതൊരു ആർട്ടാണ്. തായ്ച്ചിയിലൊക്കെ കണ്ടിട്ടില്ലേ? എതിർക്കാൻ വരുന്ന ആളുടെ ബലം അയാൾക്ക് നേരെ തന്നെ തിരിച്ചു വിടുന്ന ഒരു ഡാൻസ് ആണ്, ഒരു നൃത്തമാണ് തന്ത്രം, ഒരു മനോഹരമായ നൃത്തം. അവിടെ ഈ പ്രശ്നങ്ങളുടെ ഒക്കെ ആകത്തുക മദ്യ മത്സ്യ മാംസ മുദ്രാ മൈഥുനാദികളെ 5 കണക്കാക്കിയാൽ അതിനെ തന്ത്രത്തിന്റെ മായയിലെ 5 കഞ്ചുകങ്ങളോട് ഉപമിച്ചാൽ, കാലം, കല, വിദ്യ, രാഗം, നിയതി തുടങ്ങിയ 5 കഞ്ചുകങ്ങളുമായി ഉപമിച്ചാൽ 5ന്റെയും സമഷ്ടിയായിരിക്കുന്നത് മായ, ആറാമത്തവൾ. ആ ആറാമത്തവൾ ആരാണ്? ശക്തി തന്നെ. ശിവനോടൊപ്പം ഉള്ളപ്പോൾ അവൾ ശക്തി, അശക്തനായിരിക്കും നമ്മളോടുള്ളപ്പോൾ അവൾ മായ. ആ മായയെ ശക്തിയായി കണ്ടുകൊണ്ട് ടൈം ചെയ്യാണ്. അതൊരു ലവ് അഫെയർ ആണ്, ഒരു വൂയിങ് ആണ്. വൂഷിപ്പ് എന്നൊക്കെ പറയില്ലേ, കോഡ്ഷിപ്പ്. ശക്തിയുമായിട്ടുള്ള ഒരു പ്രേമബന്ധാണ്. അതാണ് താന്ത്രികൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ആർട്ടാണ്, അതൊരു കവിത പോലെ മനോഹരമാണ്. അവളുടെ സ്ഥൂലമായ രൂപത്തെ ദേവീഭാവത്തിൽ കാണുന്നു, അവളുടെ സൂക്ഷ്മമായ രൂപത്തെ മന്ത്രഭാവത്തിൽ അറിയുന്നു, അവളുടെ അതിസൂക്ഷ്മമായ പരാഭാവത്തെ ഹൃദയത്തിൽ ചൈതന്യമായി പ്രാണനായി അറിയുന്നു. സ്ഥൂലത്തെ ബാഹ്യ ആരാധനകളിലൂടെ, സൂക്ഷ്മത്തെ ശാക്തപദ്ധതിയായ മന്ത്രാരാധനകളിലൂടെ, പരയെ ശാംഭവ പദ്ധതിയായ ധ്യാനത്തിലൂടെ. സ്ഥൂലത്തെ ആണവമായ ബാഹ്യ പദ്ധതികളിലൂടെ. എന്നൂടെ പറയാണ്, ആണവമായ ബാഹ്യ പദ്ധതികൾ എന്തൊക്കെയാ? പൂജ കാര്യങ്ങള്, പുഷ്പം, ജലം, ഗന്ധം എല്ലാം ആയിട്ടുള്ള പഞ്ചോപചാരങ്ങളാകുന്ന പൂജ. അതിലൂടെ സൂക്ഷ്മത്തെ ശാക്തമായ മന്ത്രോപാസനയിലൂടെ, ജപത്തിലൂടെ, ആവർത്തിച്ചുള്ള ജപത്തിലൂടെ, സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും അതീതമായി പരാഭാവത്തിലിരിക്കുന്ന ചൈതന്യത്തെ ധ്യാനത്തിലൂടെ, ശാംഭവാവസ്ഥയായ ധ്യാനത്തിലൂടെ നമ്മൾ അറിയുന്നു, മെരുക്കുന്നു. ആ മെരുക്കുന്നതിന് ഭാസ്കരായൻ ഉപയോഗിക്കുന്ന ഒരു വാക്ക് സേതുബന്ധം എന്നാണ്. സേതുബന്ധം. എന്താ സേതുബന്ധം? ഒരു പാലം കെട്ടുക. യോഗിനി ഹൃദയത്തിന്റെ വ്യാഖ്യാനത്തിന് അദ്ദേഹം സേതുബന്ധം എന്ന പേരിട്ട. ഒരു സേതുബന്ധം ഉണ്ടാക്കുക, ഒരു പാലം കെട്ടുക. പരാശക്തി ഞാനുമായിട്ടൊരു പാലം. ആ പാലം ഇങ്ങനെ ഇടുക. ആ പാലത്തിലൂടെ അങ്ങോട്ടും പോവാം, അങ്ങോട്ടും വരാം. നമുക്ക് പരാശക്തിയുടെ അടുത്തേക്കും പോവാം, പരാശക്തി നമ്മുടെ അടുത്തേക്കും വരാം. എങ്ങനെ? ബാഹ്യാരാധനകളിലൂടെ കെട്ടുന്ന ഒരു പാലം, എക്സ്റ്റേണൽ വർഷിപ്പിലൂടെ കെട്ടുന്ന ഒരു പാലം. ഇന്റേണൽ വർഷിപ്പ്, അന്തർയാഗത്തിലൂടെ മന്ത്രാരാധനകളിലൂടെ കെട്ടുന്ന ഒരു പാലം. പിന്നെയോ ഇന്നർ, വളരെ ഇന്നർ ആയിട്ടുള്ള കോൺടെംപ്ലേഷനിലൂടെ കിട്ടുന്ന ഒരു പാലം. അങ്ങനെ സേതുബന്ധം പൂർത്തിയാക്കും.
അതില് 3 പാലത്തിന് അതിശക്തമായ കാലുകളായിക്കൊണ്ട് എക്സ്റ്റേണൽ ആരാധനകളെല്ലാം ഉണ്ട്. ആ പാലത്തിന്റെ കൈവരികളൊക്കെ ഉറപ്പിച്ചുകൊണ്ട് അതിനെ ശക്തിപ്പെടുത്തുന്ന ശാക്ത രീതികളുണ്ട്, മന്ത്രമാർഗത്തിന്റെ രീതികളുണ്ട്, മന്ത്രോപാസനയുടെ രീതികളുണ്ട്. പിന്നെയോ ആ പാലം സുദൃഢമാക്കുന്ന ധ്യാനത്തിന്റെ രീതികളുണ്ട്. അപ്പൊ ഒരേ സമയം അത് ബാഹ്യവും ആന്തരികവും ആന്തരികത്തിലും അന്തര്യാമയായിട്ട് ഇരിക്കുന്ന അവസ്ഥയുമുണ്ട്. എന്നാൽ ഇത് 3 ചേർന്നാൽ ഈ പാശത്തിന്റെ സ്വഭാവം മനസ്സിലായോ? ഇല്ല. ഇത് 3നും അതീതമാണ് അവൾ. അപ്പോൾ സ്ഥൂലഭാവം, സൂക്ഷ്മഭാവം, പരാഭാവം എന്നീ 3 ഭാവം ഉണ്ടെന്ന് മനസ്സിലായി. അതിന്റെ മേലെ അവൾ പരാതീതയാണ്. അതുകൊണ്ട് അവളെ പരാതീത ഭട്ടാരിക എന്ന് വിളിക്കും. അത് സമാധിയാണ്. അവിടെ എല്ലാ മാർഗങ്ങളും അവസാനിക്കുക. ശൈവത്തിന്റെ ഭാഷയിൽ അനുപായമാണ്, പാത്ത്ലെസ് പാത്ത്. ചില ആൾക്കാർ ആദ്യമേ പറയും ഞാൻ പാത്ത്ലെസ് പാത്തിലാണ്. പാത്ത് തന്നെയല്ലേ അവർക്ക്, പിന്നെയല്ലേ പാത്ത്ലെസ് പാത്ത്. പാത്ത് ഉള്ളവനല്ലേ പാത്ത് ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ. പാത്ത് ഇല്ലാത്തവൻ എങ്ങനെ പാത്ത് ഉപേക്ഷിക്കും? പാത്ത് ഉണ്ടായവനാണ് പാത്ത് ഉപേക്ഷിക്കുന്നത്. പാത്തില്ലാത്തവൻ ഒരിക്കലും പാത്ത് അറിയുന്ന പോലുമില്ല. പിന്നെ എങ്ങനെയാ പാത്ത്ലെസ് പാത്ത് കൂടെ പോകും? പരാതീതത്തെ അറിയണമെങ്കിൽ ഈ 3 പന്ഥാക്കളിലൂടെ സഞ്ചരിക്കണം. അത് ഇജന്മത്തെ സഞ്ചരിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. ചില ആൾക്കാർ പറയും എനിക്ക് ക്രിയാകലാപങ്ങളിൽ വലിയ താല്പര്യമില്ല, ഞാനത് ചെയ്യുമ്പോൾ എനിക്ക് അത്ര ഒരു ഇൻട്രസ്റ്റ് കിട്ടും, എനിക്ക് പൂജയും ഇതൊന്നും ചെയ്യുമ്പോൾ അത്ര ഇത് കിട്ടില്ല. പിന്നെ എന്താ നിങ്ങൾക്ക് കിട്ടുക? മന്ത്രം ജപിക്കുന്നത്. ചില ആൾക്കാർ എനിക്ക് മന്ത്രം ജപിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ ഉണ്ട്. ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ പല ടൈപ്പ് ആൾക്കാർ വരും. ധ്യാനം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയും പൂവൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും ചെയ്യാനൊക്കെ പഠിപ്പിക്കുമെന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ ചോദിക്കും അതെന്തിനാ അങ്ങനെ? അത് പൂക്കളൊക്കെ ഇട്ട് ഇങ്ങനെ പുഷ്പാഞ്ജലിയൊക്കെ പോലെ എന്തെങ്കിലും ചെയ്ത ഒരു സന്തോഷമാണ്. എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യണം, എന്തെങ്കിലും ഒരു ക്രിയ ചെയ്താൽ ഒരു രസമുണ്ട്. ഒരു രൂപമൊക്കെ വെച്ച്, ഒരു വിളക്കൊക്കെ കത്തിച്ച് വെച്ച്, കാലൊക്കെ ചമ്രം മടിഞ്ഞിരുന്ന് ഏത് ദിശയിലേക്ക് ഇരിക്കണം എന്നൊക്കെ ചോദിച്ചാൽ ആ ദിശയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത് കുറച്ച് പൂക്കളൊക്കെ പറിച്ചു കൊണ്ടുവന്നു അതിലേക്ക് ഇങ്ങനെ അർച്ചിക്കാൻ പറഞ്ഞാൽ ഒരു സന്തോഷം, ഇന്ന് ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എന്ന് അയാൾക്ക് തോന്നും. നേരെ മറിച്ച് വേറെ ആൾക്കാർ ഒരു അതിൽ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, പിന്നെ എന്തിനാ ഇൻട്രസ്റ്റ്? ജപിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്, ഞാൻ ജപിച്ചോളാം. അതിന്റെ അർത്ഥം എന്താ? അവര് ശാക്ത പദ്ധതിയിലാണ്. നമ്മൾ ശാക്തോപായം എന്ന് പറയും. ശാക്ത പദ്ധതി എന്ന് പറയുമ്പോൾ ശാക്തതന്ത്രം എന്ന് വിചാരിക്കരുത്, ശാക്തോപായം. ഞാൻ ഉപായങ്ങളെ കുറിച്ചൊക്കെ 2 ദിവസം കഴിഞ്ഞാൽ പറയാം. ശാക്ത മാർഗത്തിലാണ് അവര് സഞ്ചരിക്കാൻ താല്പര്യപ്പെടും. മറ്റു ചിലവരുണ്ട്, ഒരു പറയും എനിക്ക് പൂജയിലും മന്ത്രം ജപിക്കുന്നതിലും താല്പര്യമില്ല, പിന്നെയോ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാം. വിഷ്വലൈസേഷന്റെ ആൾക്കാരുണ്ട്. മെഡിറ്റേറ്റ് ചെയ്യുന്നതിലാണ് എനിക്കിഷ്ടം. രൂപത്തെ എങ്ങനെ ഉള്ളിൽ മെഡിറ്റേറ്റ് ചെയ്യും. ജപത്തിലൊന്നും എനിക്ക് അത്ര ഇൻട്രസ്റ്റ്. അവരെന്താ? അവര് ശാംഭവ പദ്ധതിയിലാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ 3 കൂട്ടരും നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മളിൽ തന്നെ ആൾക്കാരുണ്ടാവും. ഞാൻ ഈ പറഞ്ഞ കൂട്ടരൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും ഇല്ലേ? അതെന്തുകൊണ്ടാ? ശാംഭവ പദ്ധതിയിൽ എത്തിയിരിക്കുന്ന ആള് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് അയാൾ ശാക്ത പദ്ധതിയും ആണവ പദ്ധതിയും മുൻജന്മങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ കടന്നു വന്നാൽ മാത്രമേ അയാൾക്ക് ശാംഭവ പദ്ധതിയിൽ എന്തുള്ളൂ? ഉറപ്പ് കിട്ടുള്ളൂ. ഫാഷന് വേണ്ടി ശാംഭവ സമയാചാരികളാവുന്ന ആൾക്കാരുണ്ട്, ഓരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങള് സമയാചാരികളാ, അതാരാ? അയാൾ തീരുമാനിക്കുക അയാൾ സമയാചാരിയാണ്. അയാൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് തീരുമാനിക്കുക ഞാൻ സമയാചാരിയാണ്. സമയാചാര്യം അയാളല്ല തീരുമാനിക്കുക, അയാളുടെ ഗ്രോത്ത് അല്ലേ, അതാണ് തീരുമാനിക്കുക. മറ്റെന്തെങ്കിലും വിദ്യാഭ്യാസ രീതിക്ക് അങ്ങനെ ഒരു രീതി ഉണ്ടോ? ഒരാൾ 8ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇനി ഞാൻ PhDക്ക് പോകും, എനിക്ക് 10ാം ക്ലാസ് ഒന്നും എഴുതാൻ വയ്യ എന്ന് പറഞ്ഞാൽ സമ്മതിക്കോ? ഒരു സാമ്പ്രദായിക വിദ്യാഭ്യാസം സമ്മതിക്കോ?
പക്ഷെ ആത്മവിദ്യയില് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ആദ്യം കുറച്ച് മണി ഒക്കെ മുട്ടി പ്രാർത്ഥിക്കാൻ പഠിക്കും. പിന്നെ അടുത്ത ദിവസം കാണാൻ ഞാൻ അദ്വൈതി എന്ന് പറയും. ഞാനിപ്പോ അതൊക്കെ വിട്ടു, ഞാനിപ്പോ അദ്വൈതിയാണ്. അപ്പൊ നിങ്ങൾ ഈ വഴി കൂടെയൊക്കെ വന്നോ? ഇല്ല, ഞാൻ അദ്വൈതിയാണ്. ഇപ്പൊ ഞാൻ അദ്വൈതിയാണ്. ഞാൻ 5ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ, പിന്നെ PhD പോയി. പിന്നെ PhD ആണ് ഞാനിപ്പോ. ഇപ്പൊ ഡോക്ടറാണ്. അങ്ങനെ പറഞ്ഞാൽ സാമ്പ്രദായിക വിദ്യാഭ്യാസം സംഭവിക്കും ആരെങ്കിൽ? പിന്നെ എങ്ങനെയാണ് ആധ്യാത്മിക വിദ്യാഭ്യാസം സംഭവിക്കുക? അത് ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം അതിനൊരു ചാനൽ ഉണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ സൂക്ഷ്മമായിട്ടുള്ള സാധനകളിലേക്ക് ചെറുപ്പം മുതലേ താല്പര്യം കാണിക്കുന്നവർ, അതിൽ ഉറപ്പ് കിട്ടിയവര് കാണുമ്പോൾ എന്ത് മനസ്സിലാക്കണം? അവര് മുൻജന്മത്തിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ഉറച്ചിരിക്കുന്നത്. അവർ ചാടുന്ന കണ്ടിട്ട് നമ്മള് ചാടരുത്. അങ്ങനെയാ ഞാനും അയാളും ഒരുമിച്ചാണ് ഗുരുനാഥന്റെ അടുത്ത് പോയി പഠിച്ചത്. ഓൻ വലിയ ഗുരുനാഥനായി, ഞാൻ അപ്പോൾ ഇവിടെ തന്നെയാ. അങ്ങനെ ശരിയാവാ? അത് സാമ്പ്രദായിക വിദ്യാഭ്യാസത്തിൽ പറ്റും. ഞാനും അവനും ഒരേ സമയത്താണ് സ്കൂളിൽ ചേർന്നത്. അപ്പൊ അവൻ 10ാം ക്ലാസ് പാസ്സാവുന്ന സമയത്ത് തന്നെ ഞാൻ തോറ്റിട്ടില്ലെങ്കിൽ ഞാനും 10ാം ക്ലാസ് ഐഡിയലി പാസ്സാവും. പക്ഷെ ആത്മവിദ്യയിൽ അങ്ങനെയല്ല. ഞാനും അയാളും ഒരേ ദിവസമാണ് ചേർന്നെങ്കിലും അയാൾ ചിലപ്പോ എന്നെക്കാൾ വേഗത്തിൽ അറ്റൈൻ ചെയ്തു പോകും എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പൊ അയാള് അറ്റൈൻ ചെയ്തില്ലേ, അതിനെക്കൊണ്ട് ഞാൻ അങ്ങനെ ആവട്ടെ എന്ന് തീരുമാനിച്ചാൽ തെറ്റിപ്പോകും. അതുകൊണ്ട് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും, താല്പര്യം ഉണ്ടെങ്കിലും താല്പര്യം ഇല്ലെങ്കിലും, ഞാൻ എല്ലാവരോടും പറയാം, ആണവ മാർഗത്തിൽ തന്നെ തുടങ്ങണം, ബാഹ്യ ആരാധനയിൽ തന്നെ തുടങ്ങണം എന്നാണ്. ഒരു വിഗ്രഹമൊക്കെ വീട്ടിൽ വാങ്ങി വെച്ചിട്ട് അതിന്റെ മുകളിൽ കുറച്ച് പുഷ്പങ്ങളൊക്കെ ഒന്ന് ഇട്ട് നോക്കാം, എന്താ പറ്റുക നോക്കാം. എന്നിട്ട് അത് തീരെ പറ്റുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പൊ വീണ്ടും അതിനെ ആവർത്തിക്കുക. അങ്ങനെ തീരെ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ടെങ്കിൽ മാത്രം മനസ്സിലാക്കുക, അവിടുന്ന് ഒരു സ്റ്റെപ്പ് മേലേക്ക് നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതെന്തോ മോശമാണെന്ന് ചിന്തിക്കുന്നത് കൊണ്ട് ആണ് നമ്മൾ ഉയർന്ന ഒരു പടി പിടിച്ചിരിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ സ്പിരിച്വൽ ഗ്രോത്തിൽ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ യോഗം കിട്ടിയിട്ടില്ല എന്നാ. അങ്ങനെയുണ്ട്. ആൾക്കാർ കളിയാക്കും, വിഗ്രഹാരാധനയൊക്കെ താഴ്ന്ന പടികളാണ് എന്ന് പറഞ്ഞ് കളിയാക്കും. അത് കേട്ടിട്ട് നമ്മള് അതൊക്കെ ഒഴിവാക്കും. നമുക്ക് തോന്നും, അയ്യോ അതൊക്കെ മോശമല്ലേ, വീട്ടിൽ വിഗ്രഹം ഒന്നും വെക്കണ്ട, അയ്യേ ഞങ്ങളൊക്കെ അദ്വൈതികളാണ്, അദ്വൈതികൾക്ക് എന്ത് വിഗ്രഹം എന്നൊക്കെ പറയും. അദ്വൈതികളൊക്കെ രക്ഷപ്പെട്ടു പോകും. നമ്മളോ? നമ്മള് ആ പന്ഥാവില് വരികയുമില്ല. അതുകൊണ്ട് സേതുബന്ധം ഉണ്ടാക്കുമ്പോ ആദ്യം ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് തുടങ്ങണം. ഒരു സെൻ മാസ്റ്റർ അടുത്ത് വിദ്യ അഭ്യസിക്കാൻ പോയ ഒരാള് എനിക്ക് പഠിപ്പിച്ചിടണം എന്ന് പറഞ്ഞപ്പോ സെൻ മാസ്റ്റർ, കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചായക്കോപ്പയിലേക്ക് ചായ ഒഴിച്ചുകൊണ്ടിരുന്നു എന്നാ. ചായക്കോപ്പയിലേക്ക് തന്നെ ചായ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇയാൾ ഇങ്ങനെ നോക്കി, ഇയാൾ എന്ത് സെൻ മാസ്റ്റർ ആണിത്, അവബോധത്തിന്റെ ഉത്തുംഗ ശ്രേണിയിലാണ് സെൻ എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ ഈ ചായക്കോപ്പ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകി പോവാണല്ലോ, അയാൾ അതുപോലും ശ്രദ്ധിക്കുന്നില്ലല്ലോ. എന്നിട്ടും ഇയാൾ ഇങ്ങനെ ചായ എന്താ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. കുറെ കഴിഞ്ഞപ്പോൾ ഇയാൾ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, അതെ ഗുരുനാഥ, നിങ്ങൾ ചായ നിറഞ്ഞിരിക്കുന്ന കപ്പിലേക്കാണ് ചായ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ അതെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്ന. അപ്പൊ സെൻ മാസ്റ്റർ പറഞ്ഞു, അത് ഞാൻ എനിക്ക് ശ്രദ്ധയില്ലാത്തതുകൊണ്ട് ചെയ്തതല്ല, അത് നീ ശ്രദ്ധിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പൊ ചോദിച്ചു, എന്താ? നിന്റെ കോപ്പ നിറഞ്ഞിരിക്കുകയാണ്, അതിലേക്ക് ഞാൻ എന്ത് ചായ ഒഴിച്ചിട്ടും യാതൊരു കാര്യവുമില്ല, അത് പുറത്തേക്ക് ഇങ്ങനെ തുളുമ്പി പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അജ്ഞാനമാകുന്ന എന്തൊക്കെയോ കൊണ്ട് നമ്മുടെ കോപ്പ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് നാം ഉപാസനയുടെ ബാലപാഠങ്ങളെ മറക്കാനും ഉപാസനയുടെ ബാലപാഠങ്ങൾ പഠിക്കാതിരിക്കാനും വരെ ശ്രമിക്കും. കാരണം എന്താ? എനിക്ക് ഇത്ര വയസ്സായില്ലേ, ഞാനാണെങ്കിൽ മറ്റേ ഇതൊക്കെ കഴിഞ്ഞാണ്, എനിക്ക് PhD ഒക്കെ ഉണ്ട്, പോരാത്തന്നെ ഞാൻ ഈ വിഷയമൊക്കെ അറിഞ്ഞ ആളാണ്.
ഞാൻ എന്ന വലിയ ഗവൺമെന്റ് അതിന്ന് റിട്ടയർഡ് ആയ ആളാണ്. ഞാൻ കുട്ടികൾക്കൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. ഇനിയിപ്പോ ഞാൻ ആദ്യം മുതൽ ഇതൊക്കെ പഠിക്കണോ? പഠിക്കണം. പഠിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അറിയില്ല എന്ന് നമുക്ക് തോന്നിയാൽ പഠിക്കണം. അതുകൊണ്ട് ആദ്യത്തെ പടി തീർച്ചയായിട്ടും ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും സ്ട്രോങ് ആക്കുന്ന അത്ര സമയമെടുത്ത് സ്ട്രോങ് ആക്കേണ്ടി വരില്ല, നേരത്തെ പറഞ്ഞ ഗുണങ്ങളൊക്കെ കൊണ്ട്. പക്ഷെ തീർച്ചയായിട്ടും അതിനുള്ള ടൈം ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ മാത്രമേ ഇതിന്റെ രഹസ്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം. ആ രഹസ്യ ആണ് എന്ത്? പരാതീത ഭട്ടാരി. വരിവസ്യ രഹസ്യം എന്നിടത്ത് രഹസ്യം എന്ന വാക്കിനെ ഇവിടെ രഹസ്യയുമായി ബന്ധപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ലളിതാ സഹസ്രനാമത്തിന് രഹസ്യനാമ സഹസ്രം എന്നൊരു പേരുണ്ട്. രഹസ്യയുടെ നാമസഹസ്രം. ഇവിടെയോ രഹസ്യയുമായി ഇരിക്കുന്നതുകൊണ്ട് അത് രഹസ്യം. അത് കേവലം ചെറിയൊരു രഹസ്യമല്ല, അത് ലെയേഴ്സ് ഓഫ് സീക്രട്സ് ആണ്. അനവധി ലെയേഴ്സ് ഓഫ് സീക്രട്സ്. ചുരുങ്ങിയ പക്ഷം 15 ലെയർ ഉണ്ടെന്നാണ് വരിവസ്യ പറയുന്നത്. ഒരു വാക്ക് പറയുമ്പോൾ അതിന് 15 ലെയേഴ്സ് ഓഫ് സീക്രട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. രണ്ടാം ഭാഗത്തിൽ വരിവസ്യ രഹസ്യത്തിന് 2 ഭാഗങ്ങളാണ്. 167 ശ്ലോകങ്ങളിലുള്ള 2 ഭാഗങ്ങൾ. വളരെ ഹൈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പഠനമാണ്. അതിൽ 2 ഭാഗങ്ങളിൽ രണ്ടാം ഭാഗത്തിൽ ശിവൻ എത്ര രഹസ്യമുണ്ട് എന്ന് പറയുന്നു. 15 രഹസ്യങ്ങളെ കുറിച്ച് പറയുന്നു. എന്താണ്? ഭാവാർത്ഥം, സമ്പ്രദായാർത്ഥം, നിഗർഭാർത്ഥം. നമ്മൾ ഇതിനു മുമ്പ് ഒരു സൗന്ദര്യലഹരി ക്ലാസ്സിൽ ഇത് സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആർക്ക് ഓർമ്മ ഉണ്ടോ രഹസ്യങ്ങളെ കുറിച്ച് പറഞ്ഞത്? എന്തായാലും പറയാം, വെറുതെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറയാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഞാൻ വെറുതെ 15 രഹസ്യങ്ങളെ കുറിച്ച് പറയാം. ഭാവാർത്ഥം, സമ്പ്രദായാർത്ഥം, നിഗർഭാർത്ഥം, കൗളികാർത്ഥം, രഹസ്യാർത്ഥം, മഹാതത്വാർത്ഥം, നാമാർത്ഥം, ശബ്ദരൂപാർത്ഥം, നാമൈക ദേശാർത്ഥം, ശാക്താർത്ഥം. എഴുതണ്ട നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതാനുണ്ട്. സാമരസ്യാർത്ഥം, സമസ്താർത്ഥം, സഗുണാർത്ഥം, മഹാവാക്യാർത്ഥം. അങ്ങനെ 15 ലെയേഴ്സ് ഓഫ് രഹസ്യം ഒരു മന്ത്രശബ്ദത്തിനുണ്ട് എന്നാണ് പറയുന്നത്. മിനിമം പഞ്ചദശ ആയതുകൊണ്ട് 15. ഈ 15ഉം അതിലംഘിച്ചു നിൽക്കുന്ന രഹസ്യമുണ്ട്. ആ രഹസ്യമാണ് 16ാമത്തെ വഴി, ഷോഡശി. ആ 16ാമത്തവളെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞുകൊണ്ട്. പ്രഥമ മുതൽ പഞ്ചദശി വരെ എടുത്താൽ ചന്ദ്രന്റെ ചന്ദ്രിക അല്ലെങ്കിൽ ചന്ദ്രന്റെ ചന്ദ്രക്കല ആദ്യത്തെ പൊട്ടായി തുടങ്ങി 15 വരെ ആകുന്നത് വരെയുള്ള കാര്യങ്ങളാണ് എന്ത്? ഇത്രയും പറഞ്ഞ രഹസ്യം. ഇതെല്ലാം ചേരുന്ന പൂർണിമ ആണ് 16ാമത്തെ രഹസ്യം, ഷോഡശി. ആ മഹാഷോഡശിയെ കുറിച്ചുള്ള അതിരഹസ്യമായിട്ടുള്ള ഒരു കൃതിയാണ് വരിവസ്യ രഹസ്യം. ഒരുപാട് കാലം വായിക്കാനും പഠിക്കാനും ഒക്കെ അവസരം കിട്ടുകയും ഒക്കെ ചെയ്താണ്. പണ്ട് മുതലേ വളരെ ചെറിയ പ്രായത്തിൽ വരിവസ്യ രഹസ്യം എന്ന് മുഴുവൻ വായിക്കാൻ അറിയാത്ത പ്രായത്തിൽ വരിവസ്യ രഹസ്യം ഗുരുനാഥൻ കൈ തന്നിട്ടുണ്ട്. വായിക്കാനൊക്കെ ആയിട്ട് ഒരു സാധനം വായിച്ചാൽ മനസ്സിലാവുന്നില്ല എന്നാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ. എന്നാലും ഓരോ തവണ വായിക്കുമ്പോഴും എത്ര ഉയരത്തിലേക്ക് അത് കൊണ്ടുപോകും. പക്ഷെ അന്നേ വളരെ പേടിയോടുകൂടെ കണ്ട ഒരു പുസ്തകമാണ് വരിവസ്യ രഹസ്യം. അതുകൊണ്ട് തന്നെ ഇത് ക്ലാസ് ആയിട്ട് എടുക്കണം എന്ന് പലപ്പോഴും കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇങ്ങനെ പറയുന്നത്. ഭാവനോപനിഷത്ത് എടുത്ത സമയത്തും വരിവസ്യ രഹസ്യം എടുക്കണം എന്ന് ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഞാൻ എൻ്റെ ഒരു എന്താ പറയാ, ആ വലിയൊരു കൃതി എടുക്കുമ്പോൾ അതിന്റെ ഗഹനതയെ ആഴത്തിൽ സ്പർശിക്കണം എന്നുള്ള ഒരു സുദൃഢമായ നിശ്ചയം ഉള്ളതുകൊണ്ട് മാത്രം മാറ്റിവെച്ചായിരുന്നു. ആ സുദൃഢമായ നിശ്ചയം 2 അർത്ഥത്തിൽ പറയാം. ഒന്ന്, ഒരു പോസിറ്റീവായ അർത്ഥമാണ്. പഠിപ്പിക്കുന്ന സമയത്ത് ആഴത്തിൽ അത് പഠിപ്പിക്കണം എന്നുള്ളതാണ്. 2, ഒരു മടിയാണത്.
അത്രയും കഠിനമായിട്ടുള്ള ഒരു വിഷയത്തെ ലളിതമാക്കി പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു അധ്വാനമാണ്. സാമാന്യം നല്ലൊരു അധ്വാനമാണ്. കാര്യം ആ അധ്വാനം എടുക്കാൻ ചിലപ്പോൾ നമുക്കൊരു മടി വരും. സൗന്ദര്യലഹരിക്ക് കുറച്ചും കൂടി ഒരു ഒരു എളുപ്പമുണ്ട്. പരിവാസി രസത്തിന് ആ എളുപ്പമില്ല. എന്താ, ഞാൻ വളരെ അതികഠിനമായ എന്തെങ്കിലും കാര്യം നിങ്ങളുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നു. അപ്പൊ ഞാൻ വിചാരിക്കും ഇവർക്ക് ഒരു സാധനം മനസ്സിലാവില്ലല്ലോ ഭഗവാനെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അത്രയും ശ്രമം എടുത്തിട്ട് അതിനെ പൊട്ടിക്കണം. പക്ഷെ ഇത്തവണ പരാശക്തി വിട്ടില്ല. പരാശക്തി പറഞ്ഞു, ഇത്തവണ നീ അത് പഠിപ്പിച്ചിട്ട് പോയാൽ മതി എന്നുള്ളൊരു തീരുമാനം അമ്മയുടെ ഭാഗത്ത് നിന്നുണ്ടായി. ആ തീരുമാനം ഉണ്ടാവാണ്ടായ കാരണം പറയാം. അതാണ് ഇനി കാരണം. നമുക്ക് രാജാനക പുരസ്കാരം എന്ന് പറയുന്നൊരു പുരസ്കാരം കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് മാർച്ച് 8-ാം തീയതി ശിവരാത്രി ദിവസം കോവളം KTDC സമുദ്ര ഹോട്ടലിൽ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു, ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു അവാർഡ് 2 സ്കോളേഴ്സിന്, ശൈവ മേഖലയിൽ വലിയ പാണ്ഡിത്യം പ്രകടിപ്പിച്ച 2 സ്കോളേഴ്സിന്, മാർക്ക് ഡിച്ച്കോവ്സ്കി, നവജീവൻ രസ്തോഗി എന്ന് പറയുന്ന 2 വിശ്വപ്രസിദ്ധരായിട്ടുള്ള സ്കോളേഴ്സിന് കൊടുത്തു. 2 ലക്ഷം രൂപയാണ്. ഒരാൾക്ക് 1,01,000 രൂപയാണ്. 2 പേർക്ക് ഓരോ ലക്ഷം രൂപ, 1,01,000 രൂപ ആണ് അവാർഡ് മണിയായിട്ട് കൊടുത്തത്. ഭാരതത്തിന്റെ ബഹുമാന്യനായ ഉപരാഷ്ട്രപതി ശ്രീ ജഗ്ദീപ് ധൻഖഡ് ആണ് പരിപാടിയിൽ സംബന്ധിച്ചത്. ഇനി വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നേരിട്ട് വന്നവരുണ്ടായിരുന്നു. വലിയ പരിപാടിയായിരുന്നു. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഗവർണർ സദസ്സിലുണ്ടായിരുന്നു, വേദിയിലുണ്ടായിരുന്നു. അതിമനോഹരമായി സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടിയായിരുന്നു. പലപ്പോഴും തന്ത്രം ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ടായിരുന്നു നമ്മളോട്, പണ്ട് മുതലേ ചോദിക്കാറുണ്ടായിരുന്നു, വലിയ ഫീസ് നിങ്ങൾ തന്ത്രത്തിന് ക്ലാസ് എടുക്കുമ്പോൾ വാങ്ങാറുണ്ടല്ലോ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. നമ്മൾ അതിനൊന്നും മറുപടി പറയാറില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന് മറുപടി അർഹിക്കാത്തതുകൊണ്ടാണ് മറുപടി പറയാത്തത്. അത്രയും കാലം നിങ്ങൾ എല്ലാവരും പല ക്ലാസ്സുകൾക്കും ഒക്കെ ചേർന്ന കാശ് സ്വരൂപിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും വലിയൊരു പരിപാടി നടത്തുന്നത്. 2 വിശ്വപ്രസിദ്ധരായിട്ടുള്ള 2 സ്കോളേഴ്സിന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു ഒരു എന്താ പറയാ ഒരു സഹായവും ലഭിക്കാൻ ഇടയില്ല. നമ്മൾ അവാർഡ് മണി വളരെ ചുരുങ്ങിയതാണ്. മാർക്ക് ഡിച്ച്കോവ്സ്കിക്കും നവജീവൻ രസ്തോഗിക്കും ഓരോ ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അവരെടുത്ത വർക്കുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമല്ല. പക്ഷെ നമ്മളെക്കാളാവുന്ന ഒരു തുക കൊടുക്കാൻ സാധിച്ചു. അവർക്ക് അതിന്റെ പേരിൽ അവർക്ക് എത്ര രൂപ കൊടുത്താലും അതൊക്കെ നമ്മുടെ ഭാരതീയമായ വിജ്ഞാനത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. അത് മാത്രമല്ല, ആ ചടങ്ങ് അത്രയും മഹനീയമായ രീതിയിൽ, പണം മാത്രമല്ല അതിൻ്റെ കൂടെ അംഗീകാരം എന്ന് പറഞ്ഞൊരു കാര്യമായിട്ട്, അപ്പോൾ മഹത്തുക്കൾ അംഗീകരിക്കുക എന്നുള്ളത് വലിയൊരു ആധ്യാത്മിക പ്രവർത്തനമാണെന്നാണ് നമ്മൾ എത്രയോ കാലമായിട്ട് വിശ്വസിച്ച് പോരുന്നത്. അപ്പോൾ അതിൽ പങ്കെടുത്ത ആളുകൾ ഉണ്ടാവും, ഒരു അനുഭവം ഉണ്ടാവും, അതിന് കണ്ട അനുഭവം ഉണ്ടാവും, എങ്ങനെയായിരുന്നു പരിപാടിയിൽ കണ്ട അനുഭവം. അപ്പൊ അതിന് പല കാര്യങ്ങൾക്കും നമ്മൾ ഇത്തരം മഹനീയമായ പ്രവർത്തനങ്ങൾക്കൊക്കെ നമ്മൾ ധനം സ്വരൂപിക്കാറ് ഇങ്ങനെ ക്ലാസ്സുകൾ നടത്തിയിട്ടാണ്. നമ്മൾ യാതൊരു തരത്തിലും ആരോടും ഒന്നും ഇതിനു വേണ്ടി സ്പോൺസർ ചെയ്യാൻ പറയാറോ ഒരു സ്പോൺസർഷിപ്പ് ചോദിക്കാറോ ഒന്നുമില്ല. നമ്മൾ അധ്വാനിച്ച കാശ് തന്നെയാണ് ഇത്തരം സന്മാർഗ അല്ലെങ്കിൽ ഇത്തരം പരിപാടികൾക്ക് വേണ്ടി ഉപയോഗിക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ പരിവസ്യ രഹസ്യം എന്ന് പറയുന്ന ക്ലാസ് എടുക്കാനുള്ള ഒരു കാരണം, ഈ വലിയൊരു പരിപാടി വന്ന സമയത്ത് അതിന് വലിയൊരു ഫണ്ട് സ്വരൂപിക്കേണ്ടതായിട്ട് വന്നു. പക്ഷെ ആ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അത്രയും ഫണ്ട് സ്വരൂപിക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ അതിന് മുമ്പുള്ള ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇത്തരം ഫണ്ടുകളൊക്കെ ചെലവാക്കേണ്ടൊക്കെ വന്നു. ആ സമയത്ത് നമുക്ക് മാത്രമല്ല, വൈസ് പ്രസിഡന്റിന്റെ ആക്സെപ്റ്റൻസ് വളരെ പെട്ടെന്നാണ് വന്നത്. ഒരു 3 ആഴ്ച കൊണ്ടാണ് മൊത്തം പരിപാടി സംഘടിപ്പിച്ചത്. 3 ആഴ്ച കൊണ്ട് നടത്തിയൊരു വലിയ പ്രോഗ്രാമാണ്. നിങ്ങൾ അതിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. നേരിട്ട് കണ്ടവർക്ക് നേരിട്ട് അറിയാം. ആരെങ്കിലും ഒരു അനുഭവം പറഞ്ഞാൽ നന്നായിരുന്നു. 3 ആഴ്ച കൊണ്ടാണോ സംഘടിപ്പിച്ചതെന്ന് ഒരിക്കലും തോന്നാത്ത വിധത്തിൽ പരാശക്തിയുടെ കൃപ കൊണ്ട് സംഘടിപ്പിക്കാൻ പറ്റി. പക്ഷെ അതിന്റെ കുറെ കാര്യങ്ങൾ നമുക്ക് നടത്തി പോകാനുണ്ട്. ആ സമയത്ത് എല്ലാവരും ചോദിച്ചു, എന്താണ് മാർഗം, എങ്ങനെ ഈ പൈസയൊക്കെ കൊടുക്കും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പര തന്നെ മാർഗം. അപ്പൊ ചോദിച്ചു, എന്ത് ക്ലാസ് എടുക്കും എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ക്ലാസ് എടുക്കാം. അപ്പൊ ഇവരെല്ലാരും കൂടി ദുഷ്ടന്മാർ എന്നോട് പറഞ്ഞു, രാംജി ഇതുവരെ എടുത്ത ക്ലാസ് ഒന്നും എടുക്കരുത്, പുതിയ ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ എന്ത് ക്ലാസ് എടുക്കാം?
ഇവരെല്ലാരും കൂടി എന്നോട് പറഞ്ഞു വരിവസ്യ രഹസ്യം എടുക്കണം. അപ്പം എനിക്ക് മനസ്സിലായത് അമ്മ വിടാൻ നിവൃത്തിയില്ല. നിങ്ങൾ എല്ലാവരും സൗന്ദര്യലഹരിയിൽ എന്നോട് വരിവസ്യ രഹസ്യം അടുത്ത തവണ എടുക്കണം എന്ന് പറഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചില്ല ഇത് ഇങ്ങനെ ഒരു 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 എന്താ പറയാ അമ്മയുടെ ഒരു കാര്യമായിട്ട് എൻ്റെ നേരെ വരുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും അമ്മ ഏൽപ്പിച്ച ദൗത്യം ഏറ്റവും മനോഹരമായിട്ട് നിർവഹിക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഒരു കാലത്തും നമുക്ക് ഒരു പരിപാടിക്കും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. എത്രയാണോ ആവശ്യം അതിലും 5 ഇരട്ടി അധികമായിട്ടേ അമ്മ തന്നു. അതുകൊണ്ട് ഈ വരിവസ്യ രഹസ്യം ക്ലാസ് പൂർണ്ണമായിട്ടും രാജാനക പുരസ്കാരത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ക്ലാസ്സാണ്. അതിനാണ് ഈ സമയത്ത് ഈ ക്ലാസ് പെട്ടെന്ന് അനൗൺസ് ചെയ്യുകയും വരികയും ചെയ്തത്. അതുകൊണ്ട് 2 കാര്യം ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഇതിൽ കുറേ ആളുകൾ, ഏറ്റവും കൂടുതൽ ആളുകൾ ചേർന്നാൽ അത് അത്രയും രാജാനക പുരസ്കാരത്തിന് ഗുണമാണ്, അത്രയും ഞങ്ങൾക്ക് കടം കുറയും. പക്ഷെ എനിക്ക് സത്യസന്ധനാവാണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഇത് വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. അതിന് വളരെയധികം ശ്രദ്ധയും ക്ഷമയും ആവശ്യമുണ്ട്. ആ ശ്രദ്ധയും ക്ഷമയും ഈ സമയത്ത് കൊടുക്കാൻ 7 ദിവസത്തേക്ക് ആ ശ്രദ്ധയും 7 ദിവസം ഉണ്ടാവുള്ളൂ എന്നായിരിക്കും. ചിലപ്പോൾ 7 ദിവസം, 8 ദിവസം, 9 ദിവസമൊക്കെ ആവും. നമ്മുടെ ക്ലാസ്സിന്റെ ഒഴുക്ക് പോലെ നമുക്കറിയാം. പലപ്പോഴും സൗന്ദര്യലഹരിയൊക്കെ 30 ദിവസം എന്ന് പറഞ്ഞിട്ട് 45 ദിവസം എന്ന് പറഞ്ഞിട്ട് 2 മാസമൊക്കെ പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ദീർഘകാലം കൊണ്ട് നീണ്ടു പോയിട്ടുണ്ട്. 1 മണിക്കൂർ ക്ലാസ് എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറൊക്കെ പോകാറുണ്ട്. അതുപോലെയൊക്കെ ചിലപ്പോൾ സംഭവിക്കാം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഇതിന് ആള് വേണമെന്നുള്ളത് കൊണ്ട് നിങ്ങൾ ആരും ഇതിന് ചേരാൻ ഞാൻ നിർബന്ധിക്കില്ല. ഇത് വളരെയധികം ടെക്നിക്കൽ ആയിട്ടുള്ള, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സയൻസ് ആണ്. വളരെയധികം ശ്രദ്ധ ആവശ്യമുള്ള ഒരു കാര്യമാണ്. ആ ശ്രദ്ധയും ക്ഷമയും നിങ്ങൾക്ക് 7 ദിവസത്തേക്കെങ്കിലും ഇല്ല എങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് ഒരു സാധനവും മനസ്സിലാവില്ല എന്ന് ഞാൻ ആദ്യമേ പറയുകയാണ്. അത്രയെങ്കിലും സത്യസന്ധത ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടെ, അവധാനതയോടെ, പരാശക്തിയുടെ കൃപ ഉണ്ടാവണം എന്നുള്ള പ്രാർത്ഥനയോടെ 7 ദിവസം പങ്കെടുക്കാൻ പറ്റുന്ന ആളുകൾ മാത്രം ഇതിൽ പങ്കെടുത്താൽ മതി. അല്ലാത്തവർക്ക് വരിവസ്യ രഹസ്യം ഒരു ടെക്സ്റ്റ് അല്ല, ഇപ്പൊ പഠിക്കേണ്ട ടെക്സ്റ്റ് അല്ല എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ശരി, എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു വിശദമായ ആമുഖത്തിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. ഇതിന്റെ കാര്യങ്ങളൊക്കെ പറയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആദ്യത്തെ ക്ലാസ് മുതൽ ഞാൻ ഇതിന്റെ വളരെ സൂക്ഷ്മമായിട്ടുള്ള അർത്ഥങ്ങളെക്കുറിച്ചും അതിന്റെ രഹസ്യ സങ്കേതങ്ങളെക്കുറിച്ചൊക്കെ പറയാം. നമുക്ക് എല്ലാ ശ്ലോകത്തിൻ്റെയും കൂടെയും നമുക്കൊരു മെഡിറ്റേറ്റീവ് പ്രോസസ്സ് ആലോചിക്കുന്നുണ്ട്, ഒരു മെഡിറ്റേഷൻ പരിപാടി ആലോചിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തുള്ള സൂക്ഷ്മമായിട്ടുള്ള, രഹസ്യമായിട്ടുള്ള ഒരു മെഡിറ്റേഷൻ പദ്ധതികൾ നമുക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത് ഒരേ സമയം തന്നെ അതിൻ്റെ അർത്ഥവും അതേസമയം മെഡിറ്റേഷൻ കൂടി ചേരുന്നതായിരിക്കും ക്ലാസ്. ശരി, രാഹുൽ ജി ചോദിച്ചോ. ഒരു 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നാമത്തത്, ഈ കൗളാചാരവും കൗളത്രികവും രണ്ടും ഒരേ സംഭവമാണ്. അതായത് കൗളത്രികത്തിലാണല്ലോ 3 ക്വസ്റ്റ്യൻ ഒരുമിച്ച് ചോദിച്ചോളൂ, ഞാൻ ഒരുമിച്ച് ഉത്തരം പറയാം. ഒന്നത്. രണ്ടാമത്, നമ്മുടെ ഈ ശ്രീവിദ്യയിലുള്ള താരാകുലം എന്ന് പറയുന്ന കുലം, അതാണോ ഇപ്പൊ നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടായി നടന്നത്, അതോ മഹാവിദ്യയിലുള്ള താരാ സമ്പ്രദായമാണോ, അല്ലെ ശ്രീവിദ്യയിലുള്ള താരാകുലത്തിലുള്ള ആ സമ്പ്രദായമാണോ ഈ നഷ്ടമായി എന്ന് പറയുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തത്, ഇപ്പൊ പറഞ്ഞു ആണവ ശാക്ത ഉപയോഗങ്ങളെ പറ്റി പറഞ്ഞു. അപ്പോ നമ്മള് നമ്മളിപ്പോ ഒരു ദേവതേനെ ജപിച്ചുകൊണ്ട് വിഷ്വലൈസ് ചെയ്യുകയും അത് ജപം നിർത്തിയതിന് ശേഷം പൂർണ്ണമായിട്ടും ധ്യാനത്തിലേക്ക് ചെയ്യും. അത് ഏത് ഉപായത്തിൽപ്പെടും? ജപം നിർത്തിയതിന് ശേഷം പിന്നെ ധ്യാനത്തിലേക്ക്, മെഡിറ്റേഷനിലേക്ക് പോവാണ്. അപ്പൊ ദേവത രൂപം ഉണ്ടാവില്ല, ടോട്ടൽ ഈ ലൈറ്റ് മാത്രം, മൊത്തത്തിലൊരു ലൈറ്റ്, ഒരു ബ്ലൂ, ഗോൾഡൻ അങ്ങനത്തെ കളറൊക്കെ വരുന്ന ആ ഒരു 3, അതാണ് 3 ക്വസ്റ്റ്യൻ. അത് ഏത് ഇതിലാണ്? ആണവ ശക്ത, അങ്ങനെ അതിലേതാണ്? അതാണ് 3 ക്വസ്റ്റ്യൻ. ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം കൗളാചാരവും കൗളത്രികവും ഒന്നാണോ എന്നുള്ളതാണ്. ഈ കൗളാചാരം എന്ന് പറയുന്നത് വസതി കുലാചാരത്തെയാണ് നമ്മൾ ഈ കൗളാചാരം എന്ന് മാറ്റി പറയുന്നത്. ഈ കുലാചാരം തന്ത്രത്തിന്റെ ഭാഷയിൽ നോക്കിയാൽ കുലവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്.
എന്ന് വെച്ചാൽ കൗളതൃകത്തിന്റെ കുലവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കുലയാഗക്രമങ്ങളൊക്കെ. പക്ഷേ നമ്മൾ ദേശാചാരങ്ങളിൽപ്പെട്ട പല കാര്യങ്ങളെയും കുലാചാരമായി കണക്കാക്കാറുണ്ട്. അതിനും ലാർജ്ലി തെറ്റില്ല. എന്തുകൊണ്ട് തെറ്റില്ല? കുലാചാരം ഇരിക്കുന്നത് പൂർവാംനായത്തിൽ, മൊത്തം പദ്ധതികളിൽ പൂർവാംനായത്തിലാണ്. അത് അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്, ആ ചോദ്യം കേട്ടിട്ട്. അതിനുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പൂർവാംനായത്തിലാണ് എന്ത് വരുന്നത്? പൂർവാംനായത്തിലാണ് മച്ചന്തന്റെ കഥ വരുന്നത്. മച്ചന്തന്റെ ഓവലികൾ, ആ ഓവലികൾ ബിലങ്ങൾ എന്ന് പറയും. അതിൽ തന്നെ 6 ബിലങ്ങൾ മച്ചന്തന്റെ 6 മക്കളിൽ നിന്ന് പിന്തുടരുന്ന സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ആ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടാണ് വനത്തിലെ ശാപര രീതികളെല്ലാം ഉള്ളത്. ആ ശാപര രീതികളിൽപ്പെട്ട പല ദേവതകളെയും നമ്മൾ സൗത്തിലൊക്കെ നമ്മുടെ കുലദേവതകളായിട്ട് ആരാധിക്കുന്നുണ്ട്. കുട്ടിച്ചാത്തനെയൊക്കെ പോലത്തെ. അതും ലാർജ്ലി നോക്കുമ്പോൾ അത് കൗളതൃകത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷെ അതിനെ പറഞ്ഞു കൊണ്ടുവരല് ലേശം ബുദ്ധിമുട്ടാണ്. കാരണം ആളുകൾ അതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ലാർജ്ലി നോക്കുമ്പോൾ. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ അത് പൂർവാംനായത്തിന്റെ കൗളതൃകത്തിൽ തന്നെ വരുന്നതാണെന്നാ. പക്ഷെ അതിൻ്റെ അകത്തൊരു വേറെ നെറേറ്റീവ് ഉണ്ടാക്കാനുള്ള ശ്രമമുണ്ട്. അത് തന്ത്രമായിട്ട് ബന്ധമില്ല, അത് ദേശാചാരാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇൻഫാക്ട് അതിനോട് എനിക്ക് വിയോജിപ്പുണ്ടെന്ന് മാത്രമല്ല, എനിക്ക് ആ വിയോജിപ്പ് സ്ക്രിപ്റ്റേഴ്സിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാനും പറ്റും. നിശ്വാസതത്വ സംഹിതയോ നിശ്വാസമുഖമോ ഒക്കെ എടുത്തുകൊണ്ട് തെളിയിക്കാനും പറ്റും. അത് വ്യക്തമായി വിചാരിക്കുന്നു. 2, താര എന്ന് പറയുന്ന സമയത്ത് നമ്മൾ താരയുടെ കുലം, സ്ത്രീകുലം, കാളികുലം, താരാകുലം. സ്ത്രീകുലം താഴെയാണ്, എന്ന് വെച്ചാൽ ദക്ഷിണാംനായത്തിലാണ്. താഴെ എന്നല്ല, സൗത്താണ്. കാളികുലം ഊർധ്വാണ്, മുകളിലാണ്. അല്ലെങ്കിൽ ഊർധ്വല്ല, ഉത്തരമാണ്. പിന്നുള്ളത് ഏതാ? കാളികുലാണ്. കാളികുലം ഊർധ്വാണ്. പിന്നെ ഏതാ? സ്ത്രീകുലം, കാളികുലം, താരാകുലം വാസ്തവത്തിൽ സർവാംനായ പദ്ധതിക്കാര്, നേപ്പാളിലെ സർവാംനായ പദ്ധതി ഉണ്ട്, എല്ലാ ആംനായങ്ങളെയും. അതില് അധുരാംനായം, അടിയിലേക്ക് പോയ ഒരു ആംനായം ഉണ്ട്, ഒരു ഹിഡൻ പാത്ത്. ആ ഹിഡൻ പാത്തിലാണ് അതിനെ പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതാണ്. പക്ഷേ പല ആംനായങ്ങളിലുമുള്ള ദേവതകളെ ശ്രീവിദ്യയിലേക്ക് വരുന്ന സമയത്ത് അതിലെ പ്രധാന ദേവതകളാക്കി കണക്കാക്കിയിട്ടുണ്ട്. ഇപ്പൊ പശ്ചിമാംനായത്തിൽ കുബ്ജിക ഉണ്ട്. പക്ഷെ ലാർജർ കൗള അല്ലെങ്കിൽ ശൈവതന്ത്രങ്ങളുടെ ഘടനയിൽ കുബ്ജിക ഉള്ളത് പോലെയല്ല പശ്ചിമാംനായത്തിന്റെ നായികയായിക്കൊണ്ട് കുബ്ജിക ശ്രീവിദ്യയിലുള്ളത്. ആ കുബ്ജികയ്ക്ക് ഒരു ശ്രീവിദ്യാ സ്വഭാവത്തോടു കൂടിയ കുബ്ജികയാണ്. അതേപോലെ താരയുണ്ട് അവിടെ. ഞാൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞത്. എന്റെ ക്ലാസ് തന്നെ കേട്ടിട്ടേക്ക് ഇത് ചോദ്യം വന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഉത്തരം പറയുന്നത് കേട്ടോ. അല്ലേ? ശരി, അതാണ് എന്റെ മറുപടി. അതിന് 3-മത്തെ, ഒരു ദേവതയിൽ നിന്ന് ആ ദേവതയെ ഉപാസിച്ച് ആ ഉപാസനയുടെ അവസാനം അത് ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അതായത് ഒരു രൂപത്തെ കണ്ട് ആ രൂപം ഷിഫ്റ്റ് ചെയ്തിട്ട് ലൈറ്റായി മാറുക, അല്ലെ? ആ ലൈറ്റ് ആയി മാറുന്നത് ശാക്തത്തുനിന്ന് ശാംഭവത്തിലേക്കുള്ള ഷിഫ്റ്റിംഗ് ആണ്. അതങ്ങനെ ഷിഫ്റ്റ് ചെയ്യുള്ളൂ. ആണവത്തുനിന്ന് ശാക്തത്തിലേക്ക്, ശാക്തത്തുനിന്ന് ശാംഭവത്തിലേക്ക്. ആണവത്തുനിന്ന് ഡയറക്റ്റ്ലി ഒരാളും ശാംഭവത്തിലേക്ക് ചാടുന്നില്ല. ആണവത്തിൽ നിന്ന് ശാക്തത്തിലൂടെ ശാംഭവത്തിലേക്ക് ചാടും. ഉപായങ്ങൾ എന്താണെന്ന് ഞാൻ അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ഡീറ്റെയിൽ ചെയ്യാം കേട്ടോ. നാളെ നമ്മൾ ക്ലാസ് തുടങ്ങുന്ന ദിവസം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഉപായങ്ങളെ കുറിച്ച് സംസാരിക്കാം. ക്ലിയർ ആയോ? വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? നിങ്ങൾ എല്ലാവരും ഒരു പുസ്തകം, വരിവസ്യ രഹസ്യം ആയതുകൊണ്ട് ഒരു പുസ്തകം അതിനുവേണ്ടി മാത്രം മാറ്റി വെക്കണം. പങ്കെടുക്കുന്ന എല്ലാവരും സൗന്ദര്യ പോലെ തന്നെ ഒരു ചുവന്ന കവർ അതിന് ഇടണം. ഒരു ചുവന്ന പൊതിയിട്ട്, ചുവന്ന തുണി കൊണ്ട്, പട്ടുകൊണ്ട് പൊതിഞ്ഞാൽ മതി. പൊതിഞ്ഞ് അതില് ശ്രീ വരിവസ്യ രഹസ്യം എന്ന് എഴുതി അത് വിദ്യാരംഭമായി കണക്കാക്കിയിട്ട് വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. ഒരു വിളക്കൊക്കെ കത്തിച്ച് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. സത്യം പറയുകയാണെങ്കിൽ വിളക്ക് കത്തിക്കാൻ പറ്റുന്നവര്
ഹോട്ടൽ റൂമിൽ വിളക്ക് കത്തിക്കാൻ പറ്റാത്ത റൂമിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലേ. അപ്പോൾ വിളക്ക് കത്തിച്ച് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഒരു വലിയ വിദ്യയാണ്, മഹാവിദ്യയാണ്. അത് പൂർണ്ണാർത്ഥത്തിൽ തെളിഞ്ഞു വരാൻ അമ്മയുടെ അനുഗ്രഹം തന്നെ വേണം. അപ്പൊ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് തന്നെ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. സിന്ധുജി ചോദിച്ചോ. നമസ്കാരം രാംജി. ഞാന് ഇത് ഫസ്റ്റ് ക്ലാസ് ആണ്. ഞാൻ സൗന്ദര്യലഹരി ക്ലാസ്സിന് ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഈ ക്ലാസ്സിൽ അതുകൊണ്ടൊരു ബുദ്ധിമുട്ടില്ല. സൗന്ദര്യലഹരി കുറച്ചും കൂടെ ഒരു ആർക്കും പങ്കെടുക്കാവുന്ന ഒരു ക്ലാസ്സാണ്. പരിവസ്ഥ ആർക്കും പങ്കെടുക്കാവുന്ന ഒരു ക്ലാസ് അല്ല. പക്ഷെ ഞാനൊരു ബിഗിനേഴ്സ് ഉണ്ട് എന്നുള്ള നിലയ്ക്ക് ഞാൻ ക്ലാസ് എടുക്കുള്ളൂ. നിങ്ങൾക്ക് അതുകൊണ്ട് മനസ്സിലാവായൊന്നും വരില്ല. ഞാൻ പറഞ്ഞത് വളരെ ശ്രദ്ധ വേണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സൗന്ദര്യലഹരി കേൾക്കാൻ കുറച്ചൊക്കെ ഇങ്ങനെ ചാരി ഇരുന്നൊക്കെ കേൾക്കാം. ഇത് അത്ര ചാരി ഇരുന്ന് കേൾക്കാൻ പറ്റില്ല. നല്ല ശ്രദ്ധയോട് കേൾക്കണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. അപ്പം ഈ സൗന്ദര്യലഹരിയുടെ ഒരു പുസ്തകം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം കണ്ടിയൂർ മഹാദേവ ശാസ്ത്രി പരിവസ്ഥരഹസ്യവും കണ്ടിയൂരിന്റെ വാങ്ങിയാൽ മതി. ഓൺലൈൻ ശരി. അല്ല, പുസ്തകം ഓൺലൈൻ അവൈലബിൾ ആയിരിക്കും വാങ്ങാൻ? ഓൺലൈൻ അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ അനുത്തരയിൽ ഉണ്ടാവും. ഇവർക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഒരാഴ്ച വരും. പിന്നെ ഒരു കാര്യം കൂടെ, അത്ര ബുക്ക് ഉണ്ടോ അറിയില്ല. പരിവസ്ഥ അത്ര ഉണ്ടാവോ വിഷ്ണു? ദേവി ബുക്ക് സ്റ്റാൾ ഇറക്കി പരിവസ്ഥ. അപ്പം ഓൺലൈനിലും കിട്ടേണ്ടതാണ്. ഞാൻ പിന്നെ ഫേസ്ബുക്ക് ലൈവ് കണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രോഗ്രാമിന്റെ ലൈവ് കാണുന്നത്, രാജാനക പുരസ്കാരത്തിന്റെ. എല്ലാവരുടെയും സ്പീച്ച് ഭയങ്കര ടെറിഫിക് സ്പീച്ച് ആയിരുന്നു. ആൻഡ് എസ്പെഷ്യലി ദ സെക്കൻഡ് സ്പീക്കർ, ഐ തിങ്ക് നന്ദേട്ടൻ എന്ന് പറയുന്ന, എനിക്ക് ഐ ഡോണ്ട് നോ ഹിസ് ഫുൾ നെയിം, ഐ ഡോണ്ട് റിമെമ്പർ റൈറ്റ് നൗ. പുള്ളിയുടെ ആണ് ടെറിഫിക്. ഞാൻ ഇരുന്ന് സത്യത്തിൽ കൈ അടിക്കണം എന്ന് എനിക്ക് തോന്നി. ലിറ്ററലി ഐ തിങ്ക് ഐ വാസ് ഇൻ ഓഫീസ്. അടിപൊളിയായിരുന്നു. എല്ലാവരും നന്നായിട്ട് തന്നെ, എല്ലാവരുടെ നല്ലൊരു ഇതായിരുന്നു. അപ്പൊ എനിക്ക് ഐ ഫെൽ റിയലി പ്രൗഡ് ഓഫ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് തിങ്. ബിക്കോസ് ഞാനൊരു സ്റ്റുഡന്റ് ആയിട്ടാണെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം വിറ്റ്നസ് ചെയ്യുന്നത് എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. സോ ഐ ഫെൽ സോ ഗുഡ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ശ്രീയാനന്ദ്ജി. രാംജി നമസ്തേ. രാംജി ആകെ പേടിപ്പിച്ചു കളഞ്ഞു. അപ്പൊ അതെ, സൗന്ദര്യലഹരി തന്നെ ആകെപ്പാടെ കൺഫ്യൂഷനിലാണ്. അപ്പൊ ഇത് അതൊക്കെ മേലെ എന്ന് പറയുമ്പോ സൗന്ദര്യലഹരി ഒരു രസമുള്ള കൺഫ്യൂഷനാ. ഇത് കുറച്ച് ബുദ്ധിപരമായ കൺഫ്യൂഷൻ ഉണ്ടാക്കും. കൺഫ്യൂഷൻ എന്നല്ല, ഇതൊരു ഭയങ്കര രസമുള്ള ടെക്സ്റ്റ് ആണ് പരിവസ്ഥ രഹസ്യം. അല്ല, ഐ ലുക്ക് ഫോർവേഡ് ടു ദാറ്റ്. അത് ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ്. പിന്നെ ഈ ഫംഗ്ഷനെ കുറിച്ച് പറയണമെങ്കിൽ ഐ വാസ് ദേർ. എനിക്ക് അവിടെ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ഞാൻ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോ ഞങ്ങളുടെ ഹോട്ടൽസിൽ ഇതുപോലെ പല പല ഫങ്ഷൻസ് നടക്കാറുണ്ട്. we organize a lot of these state events and government events. അപ്പൊ ഒരു വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പോലെ ഒരാളിനെ ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു ഇവന്റ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇറ്റ് ഇസ് 15-day 20-day പ്രിപ്പറേഷൻ. ഇൻഫാക്ട് മോർ ദാൻ ദാറ്റ്. അത് സെക്യൂരിറ്റി പ്രോട്ടോകോളും അവരുടെ ഡീറ്റെയിൽസും. I know the pain that goes through, one goes through while organizing an event like this. ഇതൊരു 10 ദിവസം പോലും നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നില്ല സമയം ഉണ്ടായിരുന്നു. ബിക്കോസ് ഐ തിങ്ക് ഇറ്റ് വാസ്, ഇതിന്റെ ഡേറ്റ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു. And then you had to do it. I'm not saying it in a negative way. In a hotel like KTDC, which is a government establishment, and I can understand what kind of support you would have got from that kind of an institution. അതുപോലൊരു സ്ഥലത്ത് that event went with clockwork precision എന്ന് പറയാം. 2.5 മണിക്കൊരു പ്രോഗ്രാം തുടങ്ങും എന്ന് പറഞ്ഞിട്ട് അത് 2.5 മണിക്ക് ഓൾമോസ്റ്റ് അറൌണ്ട് ഓൺ ഡോട്ട് നടക്കുക. എസ്പെഷ്യലി when you have these VIPs and people like that. I think it is all some kind of a divine intervention. അവര് വരികാത് മാത്രമല്ല, ഇപ്പൊ നേരത്തെ സംസാരിച്ച ആള് പറഞ്ഞ പോലെ ഓരോ സ്പീക്കേഴ്സും അന്ന് they spent time. ഇപ്പൊ ഗവർണർ ഓഫ് കേരള എന്ന് പറഞ്ഞാലും വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പൊ ഒരു അഭിനവ് ഗുപ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു ചെറിയൊരു സ്ഥാപനം ഇന്നത്തെ സ്ഥിതിക്ക് അവർ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ഇവന്റിലേക്ക് വന്നിട്ട്
they prepared, they researched, and the നമ്മുടെ honorable governor ആയാലും vice president ആയാലും ഇതിനെക്കുറിച്ച് ടോപ്പിക്കിനെ കുറിച്ച് they didn't go away from it and talk some kind of a general blah blah kind of a thing, right? ഓരോരുത്തരും വളരെ സന്ദർഭോചിതമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും എന്നിട്ട് അത് ഒരു എന്താ പറയുന്നത്, ഒരു ബ്രേക്കോ അല്ലെങ്കിൽ ഒരു ഇന്ററപ്ഷനോ ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് ഇറ്റ് വെന്റ് ഇൻ എ ബ്യൂട്ടിഫുൾ ഫ്ലോ. ഇറ്റ് വാസ് വെരി വെരി എന്താ പറയുന്നത്, ഒരു ഗ്രാറ്റിഫൈങ് ടൈം ആയിരുന്നു. And to spend time in the same space as someone like Mark, I think it was a truly blessed event. ആകെപ്പാടെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലരെയും ആദ്യമായിട്ടാണ്, ഇൻക്ലൂഡിങ് രാംജി, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എല്ലാവരും നമ്മുടെ മണികർണിക പറയുന്ന പോലെ നമ്മളെ ഒരു നൊട്ടോറിയസ് പേഴ്സൺ ആയിട്ടാണ് കണ്ടുവച്ചേക്കുന്നത്. നിങ്ങളല്ലേ ഈ ചോദ്യം ചോദിച്ച് എല്ലാ ക്ലാസ്സും കുളവാക്കുന്നത് ഒരു ഫീഡ്ബാക്കും കൂടെ കിട്ടി. അപ്പൊ ബട്ട് ഹാറ്റ്സ് ഓഫ്. ഇറ്റ്സ് നോട്ട് ഈസി ടു പുൾ ഓഫ് എൻ ഇവന്റ് ലൈക്ക് ദിസ്. ആൻഡ് അവിടെ ഐ തിങ്ക് Priya Srikandan was the person on ground in Trivandrum. I think she deserves a big appreciation, and to everyone else who contributed. Adu kore volunteers ayalum idu pala sthalathu ninnulla aalkar, because I think there are very few people from Trivandrum actually there. അവരെല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് including issuing the invitation cards and taking stuff and keeping it safe and all those kind of stuff. Amazing event. May you all be able to organize more such things in the time to come. Thank you. ശ്രീണജി പറഞ്ഞ സമയത്ത് എൻ്റെ കാര്യം അപ്പൊ ഇതില് ശ്രീണജി ആവർത്തിച്ച് പറഞ്ഞ സാധനം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, നമ്മൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കായിരുന്നു ലെറ്റർ ആദ്യം പോയിരുന്നത്, പിന്നെ PM ആയിരുന്നു. രണ്ടുപേരും നമ്മളോട് പറഞ്ഞു ഞങ്ങൾക്ക് വളരെ അത്യാവശ്യപ്പെട്ട 2-3 കാര്യങ്ങളുകൊണ്ടാണ് വരാൻ പറ്റാത്തത്, ഞങ്ങൾ വളരെ താല്പര്യപ്പെടുന്നുണ്ട് വരാൻ എന്ന് വളരെ കോർഡിയലായിട്ടുള്ള മെസ്സേജ് PM-ഉം അവിടുന്ന് പ്രസിഡന്റിന്റെ അവിടുന്ന് നമുക്ക് കിട്ടി. എന്നിട്ടാണ് നമ്മൾ VP-യിലേക്ക് പോയത്. നമുക്ക് സത്യത്തിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിക്കാനുള്ള വലിപ്പം പോലുള്ള പ്രസ്ഥാനമല്ല അഭിനവ് ഗുപ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചിട്ട് പരിപാടി നടത്താൻ പോലുള്ള പാങ് നമുക്കില്ല സത്യം പറഞ്ഞാല്. അപ്പം ഈ കത്ത് കിട്ടിയ സമയത്തായാലും എന്തിനാണ് ഇവർ വന്നത് എന്നതിന്റെ ഉത്തരം പര എന്ന് തന്നെയാണ്, പരയുടെ അനുഗ്രഹം എന്ന് തന്നെയാണ്. അമ്മ ഇതിന്റെയൊക്കെ എത്രയോ മേലെയാണെന്ന് തെളിയിക്കാൻ വേറെ ഒന്നും വേണ്ട, വേറെ ഒരു തെളിവുമില്ല. റിയൽ ലൈഫ് മിറാക്കിൾസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്, സിദ്ധി ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഇതാണ് സിദ്ധി. അമ്മയുടെ പ്രത്യക്ഷ സിദ്ധി എന്ന് പറഞ്ഞ ഇതാണ്. ഇന്ത്യയുടെ 2ാമത്തെ പൗരൻ നമ്മുടെ ഒരു വെബ്സൈറ്റ് ഇല്ലാത്ത, ഒരു ബിൽഡിംഗ് ഇല്ലാത്ത ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി വരുന്നു, എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് അമ്മയുടെ കൃപ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മളെ കൃപ മാത്രമേ ഉള്ളൂ. ഇത് ഈ പരിപാടി ഓർഗനൈസ് ചെയ്യുന്ന ഋതംബര ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്, നമ്മളെ പാരന്റ് ഓർഗനൈസേഷൻ. ഋതംബര ട്രസ്റ്റിമാർ എന്നോട് ചോദിച്ചു, രാംജി എത്ര റുപ്യ ചെലവ് വരും? നമ്മുടെ 10 ലക്ഷം റുപ്യ ചെലവ് വരും എന്ന് പറഞ്ഞു പരിപാടിക്ക്. അപ്പം എല്ലാവരും എൻ്റെ മുഖത്തേക്ക് നോക്കി, എന്നിട്ട് ചോദിച്ചു നമ്മുടെ കയ്യിൽ എത്ര രൂപ ഉണ്ട് എന്ന് ചോദിച്ചു. ഞാൻ 10 രൂപ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അത് എല്ലാ പരിപാടി അങ്ങനെയാണ്. അപ്പം എന്നാ പരിപാടി തുടങ്ങല്ല, ആ പരിപാടി തുടങ്ങന്നെ, പിന്നെ അത് അമ്മ അതിന് ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്നുള്ളത് മാത്രമായിരുന്നു സമയം. സത്യം പറയുകയാണെങ്കിൽ പരിപാടിയുടെ 4 ദിവസം മുമ്പ് വരെ നമ്മളെ കയ്യിൽ ഒരു കാശ് പോലും ഉണ്ടായിരുന്നില്ല. വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഒക്കെ പിന്നെ വരുന്നത് സർക്കാർ ചെലവിലായതുകൊണ്ട് നമുക്ക് അതിനൊന്നും പേ ചെയ്യേണ്ടി വരില്ല എന്നറിയായിരുന്നു. പക്ഷെ തീർച്ചയായിട്ടും എന്ത് കൊടുത്തിട്ടില്ലെങ്കിലും അവാർഡ് തുക കൊടുക്കണം, അവാർഡ് ഉണ്ടാക്കണം. ആ അവാർഡ് രാജാനക പുരസ്കാരത്തിന്റെ അവാർഡിന് ഏതാണ്ട് 50 രൂപയോളം വന്നു പോകുന്നത്. അത്രയൊരു സിൽവറിലാണ് ചെയ്തിരിക്കുന്നത്. അത് പ്ലാറ്റിനത്ത് ചെയ്യാനായിരുന്നു പ്ലാൻ, പക്ഷെ പ്ലാറ്റിനം കിട്ടിയില്ല ആ സമയത്ത്. അല്ലെങ്കിൽ അത് 3 ഇരട്ടിയാവുമായിരുന്നു. അത് സിൽവറിലും ഗോൾഡിലും ചെയ്തിരിക്കും. കാരണം അതൊരു ഒരു മാർക്കാണ്. കേരളത്തിന്റെ കാളി, കശ്മീരിന്റെ ഭൈരവന്റെ മേലിരിക്കുന്ന ഒരു മാർക്കാണ്, ഒരു മെഡല്യൻ. ഏകഭൂമി ചാൾസ് എല്ലിക്ക, അയാൾ 1 രൂപ പോലും മേടിക്കാതെ അത് ചെയ്തു തന്നെ. അതിന് അത്രയും രൂപ വന്നു. പിന്നെ ബാക്കിയുള്ള ഓർഗനൈസിങ് കാര്യങ്ങളെല്ലാം കൂടെ വന്നു. അപ്പം ഇതിൻ്റെ അകത്ത് ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, ഞാൻ പറയുന്നത് ചിലപ്പോൾ പുള്ളിക്ക് ഇഷ്ടമാവില്ല. നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ, നമ്മുടെ എല്ലാ
പരിപാടികൾക്കും സപ്പോർട്ടറായിട്ടുള്ള ഒരു സജിയേട്ടൻ ഉണ്ട്, സജി വടകര. സജിയേട്ടനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, സജിയേട്ടാ കുറച്ച് പൈസ ആവശ്യം ഉണ്ടാവും. അപ്പൊ എന്നോട് ചോദിച്ചു, രാംജി എത്ര വേണം? എനിക്ക് 2,02 രൂപ വേണം എന്ന് പറഞ്ഞു. കാരണം 1,01 രൂപ മാർക്കിനും 1,01 രൂപ നവജീവൻ ദസ്തോയ്ക്ക്. ബാക്കി പൈസ കടം വാങ്ങുക, എന്തെങ്കിലും ചെയ്യാം, ഗോൾഡ് വിൽക്കാന്നോ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചു. പരിപാടി നടക്കാന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സജിയേട്ടൻ പറഞ്ഞു, ഓ ആയിക്കോട്ടെ രാംജി, ഞാൻ വിചാരിച്ചു കുറച്ച് അധികം വേണ്ടി വരും എന്ന് പറഞ്ഞു. സജിയേട്ടൻ ഒരു മടിയും കൂടാതെ 5 ലക്ഷം രൂപ നമുക്ക് അയച്ചു. 5 ലക്ഷം രൂപ സജിയേട്ടൻ എങ്ങനെ തന്നാണെങ്കിലും നമ്മളത് കടമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. സജിയേട്ടൻ ഉണ്ടോന്ന് അറിഞ്ഞൂടാ, എനിക്ക് കാണുന്നില്ല. അത് അത് സജിയേട്ടൻ അങ്ങനെ ഞങ്ങൾ അത് കടായിട്ട് കണക്കാക്കി എന്നുള്ളത് നിങ്ങൾ വിഷമായി വിചാരിക്കരുതേ. അത് നമ്മുടെ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആ തുക അമ്മ പരാശക്തി തരുന്ന തുകയാണ്. അപ്പൊ അത് സജിയേട്ടന് തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ആ പരിപാടിയുടെ സമയത്ത് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല. 1 രൂപയുടെ പോലും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഒരു ബുദ്ധിമുട്ടും ആ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. അതൊക്കെ വലിയ അനുഗ്രഹമാണ് ആ സമയത്ത്. പിന്നെ നേരത്തെ പറഞ്ഞ മെറ്റിക്കുലസ് പ്ലാനിങ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, ഞങ്ങളൊന്നും പ്ലാൻ ചെയ്തില്ല, ഒക്കെ അമ്മ പ്ലാൻ ചെയ്ത. ഞങ്ങൾ പ്ലാൻ ചെയ്തതൊന്നും ഇതുപോലെ നടക്കൂല. ഇതിന്റെ ഇടയ്ക്ക് തന്നെ മാക്ക് തീരെ വയ്യായിരുന്നു. അദ്ദേഹത്തിന് വരാൻ പറ്റുമോ എന്നുള്ള സംശയം നിന്നു. അദ്ദേഹത്തിന് ബ്ലഡിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് യാത്ര പ്രശ്നമാവും ആ ദിവസം. പിന്നെ അദ്ദേഹത്തിന് ശിവരാത്രി ദിവസം കാശിയിൽ നിന്ന് വരാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നം. അപ്പൊ നമ്മുടെ ഒരാള് 3 ദിവസം മുമ്പേ മാർക്കിന്റെ കൂടെ പോയി താമസിച്ച് മാർക്കിനെ പിടിച്ചുകൊണ്ടുവന്നാണ് ഇതിന്. നവജീവൻ രസ്തോഗിജിയുടെ വൈഫ് 13 ദിവസം മരണപ്പെട്ടു. 13ാമത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പൊ അത് മാറ്റാൻ പറ്റില്ല. മാർക്കും നവജീവൻ രസ്തോഗിയും വന്നിട്ടില്ലെങ്കിൽ VP വന്നതിന്റെ ഒക്കെ വരുന്നു. അപ്പൊ VP വരാമെന്ന് ഏറ്റു. മാർക്കും നവജീവൻ രസ്തോഗി അവസാന നിമിഷം വരെ ഇങ്ങനെ അതെല്ലാം കൂടെ അമ്മ ശരിയാക്കി തന്നു. പിന്നെ നമ്മൾ നിശ്ചയിച്ചല്ലാത്തതുകൊണ്ട് ഒരു പക്ഷെ വലിയ കാര്യമായിട്ട് അത് സംഭവിച്ചു. ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് അവർ രണ്ടുപേരെയും പാർലമെന്റിലേക്ക് അദ്ദേഹത്തിന്റെ അതിഥിയായിട്ട് വിളിച്ചു. പ്ലസ് അദ്ദേഹം പോകാൻ നേരത്ത് വീണ്ടും ആവർത്തിച്ചെന്നോട് പറഞ്ഞു, ഞാൻ ഇത് രാജ്യസഭയിൽ സംസാരിക്കുന്നു ഈ വിഷയം. കാളി ടെമ്പിൾസിനെ കുറിച്ചിട്ടും നമ്മുടെ പ്രവർത്തനത്തിനെ കുറിച്ചൊക്കെ രാജ്യസഭയിൽ സംസാരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ വലിയൊരു വർക്ക് അതിന്റെ പുറകിൽ നടന്നു. അതെല്ലാം ഒരു ഡിവൈൻ വർക്ക് ആയിരുന്നു. നോട്ട് ഓൺ അവർ മെറിറ്റ് ബട്ട് ഓൺ ഹെർ ഗ്രേസ്, പ്യൂർലി ഓൺ ഹെർ ഗ്രേസ് എന്ന് പറയാവുന്ന ഒരു മൊമെന്റ് ആയിരുന്നു. അത് ഇത്രയും കാലം നമ്മൾ ഈ വിഷയത്തോട് പുലർത്തി വന്നിട്ടുള്ള നമ്മുടെ ഒരു ആത്മാർത്ഥതയും ഒക്കെ ആയിരിക്കാം അത് പേ ഓഫ് ചെയ്യുന്നതായിരിക്കാം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അത് കൂടുതൽ ബോധമുള്ളവരും എന്താ പറയാ തല നന്ദി കൊണ്ട് കുനിക്കുന്നവരുമാക്കി മാറ്റുകയാണ് ഞങ്ങൾ ചെയ്യുന്നതെന്നും കൂടെ ആവർത്തിക്കാം. ശ്രീശങ്കർ. നമസ്കാരം ഗുരുവായൂർ. നമസ്കാരം. എൻ്റെ ഒരു 2 സംശയങ്ങളാണ്. ഒരു കൺഫ്യൂഷൻ തന്നെയാണ് ഒരു സംശയം വന്നിട്ടുള്ളത്. അപ്പോ ഒരു ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ചിടത്തോളം ശിവ ഉപാസന എന്ന് പറയുമ്പോൾ ശക്തി ഉപാസന ഇല്ലാതെ പറ്റില്ല എന്നാണോ? കാരണം പാശത്തെ നമ്മള് ഈ പറയുന്ന പോലെ കഴുത്തിൽ കിട്ടിയ അധിപന ഒരാവുക എന്നുള്ളതാണ് ഗുരുനാഥൻ പറഞ്ഞത്. അപ്പോ ശക്തി ഉപാസന ഇല്ലാതെ പറ്റില്ല എന്നാണോ പൂർണ്ണമായിട്ടും ഉദ്ദേശിക്കുന്നത്? 2, ഈ താര എന്ന് പറയുന്ന ഒരിക്കൽ ഗുരുനാഥന്റെ തന്നെ ഒരു ക്ലാസ്സിൽ കേട്ടത് കരിനീലിയാണ് എന്ന് പറയണ്ടേ. അപ്പൊ അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി കൂടെയാണ് 2ാമത്തെ ചോദ്യം. ഓക്കെ, ഗൃഹസ്ഥാശ്രമയെ സംബന്ധിച്ച് പല തരത്തിലുള്ള ഉപാസനാ പദ്ധതികളുണ്ട്. തന്ത്രം എന്ന് പറയുന്നത് ശക്തിയുടെ മാർഗത്തിൽ കൂടെ സഞ്ചരിക്കാൻ പഠിപ്പിക്കുന്ന ഒന്നാണ്. ശക്തിയുടെ മാർഗത്തിലല്ലാത്ത അതിമാർഗ രൂപങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഗൃഹസ്ഥനെ സംബന്ധിച്ച് ലൗകിക കാര്യങ്ങളിൽ ഇടപെടുന്ന ആളെ സംബന്ധിച്ച് ശക്തി വളരെ പ്രധാനപ്പെട്ട. ജഗത്തിനെ നിങ്ങൾ ഉള്ളതായി കണക്കാക്കിയാൽ ശക്തി ഇല്ലാത്ത നിങ്ങൾക്ക് രക്ഷയില്ല. പിന്നെ നിങ്ങൾക്ക് ജഗത്തിനെ നെഗേറ്റ് ചെയ്യാം, ഇല്ലാത്തതായി കണക്കാക്കാം. പക്ഷെ അങ്ങനെ ഒരു കാര്യം സാധ്യമാണോ എന്ന് ആലോചിക്കും. അത് വേറെ വിഷയം. അപ്പൊ അതുകൊണ്ട് ബ്രഹ്മത്തിന്റെ അവിഛിന്നമായ ശക്തിയാണ് മായ എന്ന് വേദാന്തം പറയുമ്പോഴും വേദാന്തം ആവർത്തിച്ച് അടിവരയിടുന്ന ഒരു കാര്യമുണ്ട്. ജഗത്ത്, ലോകം മായാകാര്യമത്രേ, ശക്തി കാര്യമത്രേ എന്നാണ്. ലോകം ശക്തി കാര്യമാണ്, അതിൽ സംശയമില്ല. ലോകം എന്ന് നാം വിവക്ഷിക്കുന്നത് ശക്തിയുടെ പ്രവർത്തനമാണ്. അത് താന്ത്രിക വിവർത്തവാദികളല്ലാത്തത് കൊണ്ട്
താന്ത്രികർ അതിനെ യഥാർത്ഥമായി കണക്കാക്കും. അതുകൊണ്ട് ശക്തിയുടെ മാർഗത്തിൽ ആ പന്താവിൽ സഞ്ചരിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു ഗാർഹസ്ഥ്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പുരുഷാർത്ഥങ്ങൾ, ധർമ്മ, അർത്ഥ, കാമത്തിൽ നിന്ന് മോക്ഷത്തിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കുള്ളൂ എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. എനിക്ക് നമ്മുടെ തന്ത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് അതിന് മറുപടി പറയാനേ സാധിക്കുള്ളൂ, അതിനുള്ള അധികാരമേ ഉള്ളൂ. വേദാന്തത്തിന്റെ മുമ്പിൽ നിന്ന് പറയാനുള്ള അധികാരം എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയം അങ്ങനെ പറഞ്ഞത്. 2, താര കരിനീലിയാണ് എന്നുള്ളത് നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആ കണക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണവും പഠനവും ഒക്കെയാണ്. അപ്പൊ അത് എൻ്റെ ഒരു വ്യക്തിപരമായ പഠനമായിരുന്നു. അത് ഇന്ന് കൂടുതൽ സാധൂകരിക്കപ്പെടുന്നുണ്ട്. ഇന്ന് കുറെ ആളുകൾ അതിന്റെ പിന്നാലെ പഠിക്കുന്നുണ്ട്, പഠനങ്ങൾ നടത്തുന്നുണ്ട്, അവരത് തന്നെയാണെന്ന് തീർച്ചപ്പെടുത്തുന്നുണ്ട് കേട്ട്. അതാണ് അതിൻ്റെ അകത്തുള്ള കാര്യം. ഇതിൽ എത്ര പേർക്ക് ബാല അല്ലെങ്കിൽ ശ്രീവിദ്യാ പാരമ്പര്യത്തിൽ ദീക്ഷയുള്ളവരുണ്ട്? ഒന്ന് കൈ ഓർത്തോ. ശ്രീവിദ്യാ ദീക്ഷ ആക്കാറുണ്ട്. ശ്രീനാഥി ഇതിനകത്ത് ഉണ്ടെന്നാ തോന്നുന്നു കേട്ടോ. ശ്രീനാഥി ക്ലാസ്സിലുണ്ടോ? നേരത്തെ ഒരു നോട്ടം കണ്ടിരുന്നു. ശ്രീനാഥിന്റെ അടുത്ത് തന്നെയായിരിക്കും ദീക്ഷ എന്ന് വിചാരിക്കുന്നതൊക്കെ. ശ്രീവിദ്യക്കാരുണ്ടെങ്കിൽ, ദീക്ഷിതരായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, ദീക്ഷിതരായിട്ടുള്ള ആളുകൾ ബാലയോ ഗണപതിയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തുടങ്ങുന്നതിന് മുമ്പേ ബാലയും ഗണപതിയൊക്കെ ഒന്ന് ജപിച്ചിട്ട് ആരംഭിക്കുക കേട്ടോ ഈ ടെക്സ്റ്റ്. അല്ലാത്തവർക്ക് ഞാൻ എന്താ വേണ്ടത് പറഞ്ഞു. ശരി, വേറെ ഒന്ന് ചോദിക്കാനുണ്ടോ? അപ്പൊ എന്നാ വിഷ്ണു ക്ലാസ് തുടങ്ങുന്നേ? സ്റ്റാർട്ട് ചെയ്യാനാ? എന്നാ നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നാളെ സ്റ്റാർട്ട് ചെയ്യാം. മറ്റന്നാൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ദിവസം ഗ്യാപ്പ് കൊടുക്കാം. ആയിക്കോട്ടെ. സിന്ധു ചോദിച്ചോളൂ. എന്റെ ക്വസ്റ്റ്യൻ പൊട്ടത്തരാന്നും തോന്നരുത്. ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ അബൌട്ട് ദിസ്. ഇവിടെ ഡൽഹിയില് രാമകൃഷ്ണ മഠത്തില് ഈയിടെ എന്നല്ല, ജാനുവരി മന്തിൽ അവരിങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ദീക്ഷ എടുക്കാൻ ആഗ്രഹമുള്ളവര് സമീപിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് അവർ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് എന്താണ്? ശരിക്കും നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയാതെ. രാമകൃഷ്ണ ദീക്ഷ, അത് രാമകൃഷ്ണ മിഷന്റെ ദീക്ഷയാണ്. അത് ശ്രീരാമകൃഷ്ണദേവനെ ഗുരുവായി സ്വീകരിച്ചുകൊണ്ടുള്ള ദീക്ഷ, അവതാരപരിഷ്ഠനായി സ്വീകരിച്ചുകൊണ്ട്. രാമകൃഷ്ണ മിഷന്റെ അല്ലേ? അതെ അതെ അതെ. പക്ഷെ രാമകൃഷ്ണ മിഷനിൽ ആക്ച്വലി അത് ദുർഗാ ആരാധനയാണല്ലോ അവിടെ ചെയ്യുന്നത്. അതാണ് എനിക്കൊരു കൺഫ്യൂഷൻ ആയി. അത് ഞാൻ നേരിട്ട് സംസാരിക്കും. ഓക്കെ. ഒരാളും കൂടെ കൈ ഉയർത്തിണ്ട്, എന്താന്ന് ചോദിച്ചിട്ട്. നമസ്തേ സർ, എനിക്കും ചോദിക്കാനുണ്ട്, പക്ഷെ എനിക്കൊന്നും അറിയില്ല. ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ട് ജോയിൻ ചെയ്തത്. ഞാൻ ഭഗവാൻ കൃഷ്ണനെയാണ് ഞാൻ പൂജാമുറിയിൽ എന്നും പൂജിക്കണത്. എനിക്ക് ശിവനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല, ഈവൻ ദേവിനെ കുറിച്ച് എനിക്ക് ഒരു ബേസും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഞാൻ ഇതില് ക്ലാസ് എനിക്ക് പഠിക്കണം എന്നും അറിയണം എന്നും ആഗ്രഹമുണ്ട്. അപ്പൊ എനിക്കിത് ജോയിൻ ചെയ്യാൻ പറ്റുമോ? കാരണം ഞാൻ ഭഗവത്ഗീത വായിക്കുമ്പോഴൊക്കെ ഞാൻ അതില് ഒരു രൂപത്തെ മാത്രം കൂടുതൽ ആരാധിക്കാൻ പറയുമ്പോ എന്താണ്? അല്ലല്ല. താങ്ക്സ്. രാജീവ് ജി കേൾക്കണോ? നമസ്തേ. രാംജി, ഷോഡശിയുടെ ഒരു കാര്യം പറഞ്ഞില്ലേ, അത് എങ്ങനെ അത് ഇതിൽ വരുന്നതാണോ? ഷോഡശി എന്നുള്ള പറഞ്ഞൊരു എന്തോ പറഞ്ഞില്ലേ, അതിപ്പോ നമ്മളിപ്പോ ഈ പദ്ധതിയിൽ വരുന്നതാണോ? പരിസരത്ത് വരുന്നതാണോ ഷോഡശി എന്ന് പറഞ്ഞില്ലേ ഇപ്പൊ സംസാരിച്ചപ്പോ? അത് ശരി. രാമായണം മുഴുവൻ വായിച്ചിട്ട് രാമൻ ബ്രൂസ്ലീന്റെ ആരാന്ന് ചോദിക്കുക.
അല്ല 15 ഇതും കഴിഞ്ഞ് 16ാമത്തെ ഷോഡശിയാണെന്ന് പറഞ്ഞില്ലേ? അല്ലേ ഷോഡശിയല്ലേ ലളിതാ ത്രിപുരസുന്ദരി അവസാനം. ആ ഓക്കെ ഓക്കെ, അതല്ലേ ഇവിടെ പ്രതിപാദ്യം എന്നല്ലേ പറഞ്ഞേ. അങ്ങനെ പറഞ്ഞു. ആ, ഓക്കെ. ശരി ശരി. സൗന്ദര്യലഹരിയുടെ പിന്നെ അവിടെ എത്തിയില്ല കേട്ടോ, ഞാൻ ഒരു ആ, ദിവസം വരാം. ഓ ശരി. ശരി. അപ്പൊ ഒരു കാര്യം ഹാംജിയോട് പറഞ്ഞത് മെസ്സേജിൽ പറഞ്ഞില്ലേ, അത് നാളെ സംസാരിക്കാൻ പോവാണ്, അപ്പൊ ഒന്ന് പറഞ്ഞെന്ന് മാത്രം. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി. നമഃശിവായ. ശരി.